കേരള പോലീസിലെ താപ്പാനവേട്ടക്കിറങ്ങി നിലമ്പൂർ കാട്ടിലെ ഒറ്റയാൻ കാട്ടാൻ അടങ്ങുന്ന മട്ടില്ല. ആ മലപ്പുറം കാക്കിപ്പടയെ പലവഴിക്ക് ചിതറിക്കുന്നത് അൻവറിനെ മെരുക്കാനാണെന്നൊരു നറേറ്റീവ് കേട്ടെങ്കിലും മെരുങ്ങിയില്ലെന്ന് മാത്രമല്ല, ആ കുറ്റവാളി സംഘത്തിനെതിരെ കൂടുതൽ തെളിവുകൾ നിരത്തി ആഞ്ഞടിച്ച അൻവറിനെ കണ്ട വാർത്താദിനം കൂടിയാണ്. രാഷ്ട്രീയ പ്രബുദ്ധം എന്ന് നമ്മൾ നെഞ്ചുവിരിച്ച് ഈ കേരളത്തിൽ ഈ കീമാപ്പണി നടക്കുമോ എന്ന അമ്പരപ്പിന്റെ തുടർച്ചയിൽ അൻവർ ഇന്ന് പറയുന്നത് കേരള പോലീസിൽ സംഘപരിവാരത്തിന് വേണ്ടി കേസുകൾ അട്ടിമറിക്കുന്ന, റിപ്പോർട്ടുകൾ മേശക്കടിയിൽ പൂഴ്ത്തിവെക്കുന്ന, കാക്കി യൂണിഫോമിന് താഴെ RSS പാൻഡിട്ടൊരു രാഷ്ട്രീയ പടയെക്കുറിച്ചാണ്. ആശ്രമം കത്തിച്ച കേസിൽ അട്ടിമറിപ്പണിയെ പറ്റി ഉണ്ടയില്ല എവിടെയല്ല. RSSകാരെ കാത്തുരക്ഷിക്കാൻ കേസുമായി ആലുവ മണപ്പുറത്ത് ബന്ധമില്ലാത്ത CPM നേതാക്കളുടെ ഫോൺ ചോർത്തിയ സംഘഗ്രൂപ്പിന്റെ നീക്കങ്ങൾ റിപ്പോർട്ടടക്കമാണ്. വിരമിച്ച ശേഷം DYSP BJP ബൂത്ത് ഏജന്റ് ആയിരിക്കുന്ന ചിത്രമടക്കം കാട്ടിയാണ് വാർത്താ സമ്മേളനം. ആ സംസ്ഥാന പോലീസിലെ RSS ശാഖാ പ്രമുഖൻ കേരളത്തിന്റെ ക്രമസമാധാനം ഏൽപ്പിച്ചൊരു ADGP ആണെന്നും അയാൾക്ക് കുടപിടിക്കുന്ന ക്ലിഫ് ഹൗസിലെ സർസംഘചാലകൻ CPM നിയമിച്ച രാഷ്ട്രീയ സെക്രട്ടറിയാണെന്നും പറയാതെ പറയലാണ് അധികാരപക്ഷ MLA. ആരോപണങ്ങൾ ഉയർന്നിട്ട് നാളെത്രയായെങ്കിലും ഊഴം വെച്ചയാൾ സംഘമേധാവികളെ പോയി കണ്ട കാര്യം അങ്ങാടിയിൽ പാട്ടായിട്ടും ആ മഹാനുഭാവൻ ഇപ്പോഴും പോർട്ട്ഫോളിയോയിൽ തുടരുന്നെങ്കിൽ പ്രതിപക്ഷം ചോദിക്കുന്നു, മിസ്റ്റർ പിണറായി, നിങ്ങൾക്ക് ഈ RSSുമായുള്ള തുരങ്ക ഇടപാടിന്റെ ആഴം എത്രയാണ്? രോഷത്തിൽ ചന്ദ്രഹാസം ഇളക്കി LDF നേതാക്കളുടെ ശൗര്യമടക്കിയ ആ യോഗത്തിലും ഏമാന് കോട്ടകെട്ടിക്കാക്കലാണെങ്കിൽ ഒറ്റയുത്തരവിൽ മാറ്റാവുന്ന ക്രമസമാധാനം ഏലെങ്കിൽ പോലും മാറ്റാതെ അയാളെ ചേർത്ത് പിടിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പേടി എന്താണ് എന്ന ചോദ്യത്തിന് പഴയ ചരിത്ര പുസ്തകം തുറന്നു വെച്ച് ക്ലീഷേ ഗീർവാണം അടിച്ചാൽ ദൈവത്തിന്റെ വരദാനമെന്ന് വാഴ്ത്തിപ്പാടി ആരാധക കൂട്ടം പോലും ഒറ്റുകാരനെന്ന് പുച്ഛിക്കില്ലേ മുഖ്യമന്ത്രി? BGM ഇട്ട് ആഘോഷമാക്കിയിരുന്ന കടന്നുകളെ കാണാനില്ല. താത്വികമെന്ന വ്യാജത്തിൽ ക്യാപ്സ്യൂൾ ചമയ്ക്കുന്ന മാധ്യമ വേഷധാരികളെയോ സാംസ്കാരിക ബുദ്ധിജീവികളെ കേൾക്കാനില്ലെങ്കിൽ സ്തുതിപാഠക സംഘം പിരിഞ്ഞുപോയ മട്ടാണ് മുഖ്യമന്ത്രി CPMനെ തുലച്ചു കളയുന്ന ഈ നാണംകെട്ട ചേർത്ത് പിടിക്കൽ എന്തിനാണെന്ന് പാർട്ടിയോടെങ്കിലും പറ. ആഭ്യന്തര വകുപ്പിന്റെ മുന്നിൽ വേണ്ട, വഴുതക്കാട്ടെ പോലീസ് ആസ്ഥാനത്തിന് മുന്നിൽ ആരടി മുളയടി കുറുവടി എന്തി അന്തിക്കമ്പലം മുറ്റത്തുന്ന പഴയ RSS വിരുദ്ധ മുദ്രാവാക്യത്തിൽ ചെങ്കൊടി പിടിക്കാൻ ചങ്കുറപ്പുള്ള ഒരുത്തനെങ്കിലും, ഒരു സഖാവെങ്കിലും ആ പാർട്ടിയിൽ പേടിയില്ലാതെ ബാക്കിയുണ്ടോ? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം. പാനൽ KR ഗോപികൃഷ്ണൻ, വിജയകുമാർ, ഷ്യാബിൻ വർക്കി, സന്ദീപ് വാരോടകൻ, BN അസ്കർ എന്നിവർ ചർച്ചയിൽ ചേരുന്നു. ആദ്യം KR ഗോപികൃഷ്ണൻ, ഇവിടെ ബിനോയ് വിശ്വം അടക്കം CPI അവരുടെ ദേശീയ നേതാക്കളൊക്കെ ഈ ADGP RSS കൂടിക്കാഴ്ച വന്ന വാർത്ത പുറത്തു വരുമ്പോൾ ശക്തമായി പ്രതികരിച്ചവരാണ്. ഏറ്റവും ഒടുവിൽ ബിനോയ് വിശ്വം പറഞ്ഞത് എന്താണ്? ഊഴം വെച്ച് മേധാവിമാരെ പോയി കാണുന്ന ഇയാളെ താങ്ങാൻ പറ്റുമോ എന്ന മട്ടിൽ സംസാരിച്ചയാൾ എന്ന് പറഞ്ഞാൽ ഒരർത്ഥത്തിൽ അതിരോഷാകുലനാണ് എന്ന രീതിയിൽ ഒരു പ്രതീതി ഉണ്ടാക്കി LDF യോഗത്തിലേക്ക് പോകുമ്പോൾ LDF യോഗത്തിനകത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുകയാണ് DGPയുടെ അന്വേഷണം നടക്കുന്നു, അത് നടക്കട്ടെ എന്ന് പറയുമ്പോഴേക്കും SR എന്ന് സല്യൂട്ട് അടിച്ചിരുന്നു എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ എലിപോലെ അല്ലെങ്കിൽ മല പോലെ വന്ന് എലിപോലെ പോയി എന്ന് പറയേണ്ടി വരും. അത്യാവശ്യമെങ്കിലും രാഷ്ട്രീയം സംസാരിച്ചുവെങ്കിൽ അത് വർഗീസ് ജോർജ് മാത്രമാണ്. സംശയമില്ല ഹാഷ്മി, അതിൽ ഏറ്റവും നല്ല ഒരു ക്ലാസിക് ആയിട്ടുള്ള എക്സാമ്പിളാണ് പുറത്തിറങ്ങിയ ശേഷം വർഗീസ് ജോർജ് പറഞ്ഞൊരു കാര്യം. ഞങ്ങൾക്ക് ഈ RSSുമായിട്ട് ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയത്തെ ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയില്ല, RSSന്റെ രാഷ്ട്രീയത്തോട് ഞങ്ങൾക്ക് യോജിച്ച് നിൽക്കാൻ കഴിയില്ല. മാത്രമല്ല, എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങളുടെ വിയോജിപ്പ് അറിയിച്ചില്ലെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് LDFന് ഒരു ഡിസിപ്ലിൻ ഉണ്ട്, അതേസമയം ഞങ്ങൾക്ക് ഞങ്ങളുടെ നിലപാടുകളും ഉണ്ടെന്നാണ്. അതായത് വർഗീസ് ജോർജ് മാത്രമാണ് ഒരുപക്ഷെ യോഗത്തിനകത്ത് ഇതൊരു പ്രധാനപ്പെട്ട അജണ്ടയായി ADGPയുടെ ഈ RSS കൂട്ടുകെട്ട് അല്ലെങ്കിൽ RSS കൂടിക്കാഴ്ച ഇടതുമുന്നണി യോഗത്തിലെ പ്രധാന അജണ്ടയായി ചർച്ച ചെയ്യണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചതും അതിനെ തുടർന്ന് CPIയും NCPയും ഒക്കെ ആ നിലപാടിനോട് യോജിക്കുകയുമായിരുന്നു. പക്ഷേ ആഷ്മി, നമുക്കറിയാം ഇടതുമുന്നണിയുടെ ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര അടിത്തറയ്ക്ക് വിള്ളലേൽപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അതിനെ കളങ്കപ്പെടുത്തുന്ന ഏറ്റവും മോശമായ ഒരു അനുഭവമാണ് ഇന്നത്തെ ഇടതുമുന്നണി യോഗത്തിൽ യഥാർത്ഥത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ ജാള്യത യഥാർത്ഥത്തിൽ ഇടതുമുന്നണി കൺവീനറുടെ വാർത്താ സമ്മേളനത്തിൽ പ്രകടവുമായിരുന്നു. കാരണം അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട പല ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറാനും എന്നെ ഒഴിവാക്കൂ എന്ന നിലയിൽ വളരെ പരുങ്ങലോടുകൂടി മറുപടി പറയാനുമാണ് ശ്രമിച്ചത്. അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ അത് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. വീണ്ടും ADGP RSS കൂട്ടുകെട്ടുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരുമ്പോൾ അദ്ദേഹം ചോദിക്കുന്നത് ഇതാ വീണ്ടും നിങ്ങൾ ADGPയെ കുറിച്ച് ചോദിക്കുകയാണ്, ഈ നാട്ടിൽ മറ്റെന്തെല്ലാം ജനകീയ പ്രശ്നങ്ങളുണ്ട് എന്നാണ്. ആളുകൾക്ക് ജോലി ഇല്ലാതെ ഇരിക്കുന്നു, ആളുകൾക്ക് സപ്ലൈകോയിൽ പിന്നെ അരി കിട്ടിയോ ഇന്ന് തുടങ്ങി പ്രധാനപ്പെട്ട. പക്ഷെ കേരളം ഇന്ന് ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വിഷയത്തിൽ മുഖ്യമന്ത്രി തുടരുന്ന മൗനം മാത്രമല്ല, കുറ്റകരമായ രീതിയിൽ ആ ഉദ്യോഗസ്ഥനെ സംരക്ഷിച്ചു നിർത്താൻ മുഖ്യമന്ത്രി കാണിക്കുന്ന ആ ഒരു തിടുക്കമുണ്ടല്ലോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു നിർബന്ധ ബുദ്ധി ഉണ്ടല്ലോ, അത് കേരളത്തിൽ ഇപ്പോഴും പ്രതിപക്ഷ നേതാവ് ചോദിച്ച 7 ചോദ്യങ്ങൾ മാത്രമല്ല, അതിന് പുറത്ത് നിൽക്കുന്ന വിശാലമായ ചോദ്യങ്ങൾ ഈ കേരളത്തിലെ പൊതുസമൂഹത്തിന് മുന്നിൽ ഉത്തരം കിട്ടാതെ നിൽക്കുകയാണ്. മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ്
ADGP-യെ സംരക്ഷിക്കുന്നത് എന്ന ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. ഒരു കാര്യം കൂടി ഹാഷ്മി, നമുക്കറിയാം തൃശ്ശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കലങ്ങിയതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം ഉണ്ടായിരുന്നപ്പോൾ അവിടുത്തെ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത്ത അശോകനെ അവിടെ നിന്ന് മാറ്റി, ആ സ്ഥാനത്ത് മാറ്റി. അതിന് ഒരു കാരണം അന്വേഷണം കഴിയാൻ വേണ്ടി കാത്തു നിന്നിട്ടില്ല. അന്വേഷണം നടക്കുമ്പോൾ ആ ആരോപണ വിധേയനായ ഒരു ഉദ്യോഗസ്ഥൻ ആ പദവിയിൽ ഉണ്ടാകരുത് എന്ന തീരുമാനത്തിന്റെ പുറത്തുകൂടിയാണ് മാറ്റിയത്. ഇവിടെ ADGP-ക്കെതിരെ ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടായിട്ടും അദ്ദേഹത്തെ മാറ്റിയില്ല എന്ന് മാത്രമല്ല, ഇടതുമുന്നണി യോഗത്തിൽ ഘടകകക്ഷികൾ എതിർപ്പ് അറിയിച്ചിട്ടും പരസ്യമായി അവർ ആ എതിർപ്പ് പ്രകടമാക്കിയിട്ടും ഈ മുന്നണിക്കകത്ത് മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇടതുമുന്നണി പിണറായി വിജയന്റെ പിന്നണിയായി മാറിയിട്ടുണ്ടോ എന്നാണ് നമ്മൾ സംശയിക്കുന്നത്. അങ്കിത് അശോകന്റെ കാര്യം പറയുമ്പോൾ അങ്കിത് അശോകൻ അവിടെ തൃശ്ശൂർ പൂരം കലക്കി എന്ന് പറഞ്ഞാൽ ആനയ്ക്ക് ഭക്ഷണം കൊണ്ടുവന്ന പാപ്പാന്റെ നെഞ്ചത്ത് കയറി എടുത്തുകൊണ്ട് പോടാതിന്റെ പട്ട എന്നതടക്കം പറഞ്ഞ ആ മഹാനുഭാവൻ എന്ന് പറഞ്ഞാൽ ആ സമയം നമ്മൾ റിപ്പോർട്ടിങ്ങിന് അവിടെ ഉണ്ടായിരുന്നതാണ്. അവിടെ മൊത്തം അലമ്പാക്കിയ അയാളെ ആ സമയം തന്നെ മാറ്റണമെന്ന് ആവശ്യം ഉയർന്നിട്ടും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം എന്ന് പറഞ്ഞാൽ അപ്പോൾ മാറ്റിയില്ല. അതിനുശേഷം പിന്നെയും നാളുകൾ കഴിഞ്ഞ് അപ്പോഴും മാറ്റിയില്ല. അതിനുശേഷം എന്തുകൊണ്ട് ഇയാളെ മാറ്റുന്നില്ല എന്ന് രാഷ്ട്രീയ വിമർശനം ഉയരുമ്പോഴും മാധ്യമ വാർത്തകൾ വരുമ്പോൾ മാത്രമാണ് അങ്കിത് അശോകനെ മാറ്റുന്നത്. അങ്കിത് അശോകനെ മാറ്റുന്നത് ജൂൺ ആദ്യമാണ്. കൃത്യം ജൂലൈ മാസമാകുമ്പോഴേക്കും ഈ അങ്കിത് അശോകന് ക്രൈംബ്രാഞ്ചിന്റെ ടെക്നിക്കൽ ബ്രാഞ്ചിന്റെ SPI നിയമനം കിട്ടുകയാണ് എന്ന് പറഞ്ഞാൽ അന്വേഷണ കാലയളവിൽ ജസ്റ്റ് ഒന്ന് മാറ്റിയെന്ന് പറയുമ്പോൾ പോലും ഒരു ഏറ്റവും ചുരുങ്ങിയ കാലയളവെങ്കിലും ഒരു പുതിയ നിയമനം കൊടുക്കാതെ മാറ്റി നിർത്തുക എന്ന സമീപനം അവിടെ ഉണ്ടായില്ല. ഇനി പൂരം കലക്കിയ അന്വേഷണ റിപ്പോർട്ടാണെങ്കിലോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ VS സുനിൽകുമാർ പറയുകയായിരുന്നു ഏതോ കോടതിയിലുണ്ട്. ഒരു കോടതിയിലുമില്ല, ഒരു അന്വേഷണവും ഉണ്ടായിട്ടില്ല, ഒരു റിപ്പോർട്ടും ഉണ്ടായിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. അക്കാര്യത്തിൽ അങ്ങേയറ്റം കാര്യങ്ങൾ അജ്ഞാതമായി തുടരുകയാണ്. നമ്മുടെ വിഷയം അതല്ലെങ്കിൽ കൂടി വിജയകുമാർ ഇവിടെ PV Anwar ആരോപണം ഉന്നയിച്ച് 12 ദിവസങ്ങളായി. ഉന്നയിച്ചത് ചില്ലറ ആരോപണങ്ങളല്ല. ദാവൂദ് ഇബ്രാഹിം മോഡലിൽ അധോലോക നായകന്റെ ഫോർമാറ്റിൽ പ്രവർത്തിക്കുന്ന ആൾ, കൊലപാതകി, അല്ലെങ്കിൽ ക്യാബിനറ്റിന്റെ ഫോൺ ചോർത്തുന്ന ആൾ, അദ്ദേഹം PV Anwar എന്ന് പറയുന്ന അധികാരപക്ഷ MLA അജിത് കുമാറിന് കൊടുക്കാത്ത കുറ്റപത്രങ്ങളിൽ ബാക്കി കുറ്റങ്ങളില്ല. അതിനുശേഷമാണ് ADGP RSS മേധാവി അല്ലെങ്കിൽ ദത്താത്രേയ ഹോസാബലയുമായി ഒരു തവണയും റാം മാധവുമായി 2 തവണയും ചർച്ച നടത്തിയത് പ്രതിപക്ഷ നേതാവ് പറയുന്നു. അത് ഇന്റലിജൻസ് റിപ്പോർട്ട് അടക്കം വെച്ച് സ്ഥിരീകരിക്കുന്നു. ADGP മുഖ്യമന്ത്രിയോട് സംസാരിക്കുന്നു. അതിനുശേഷം ഇത് വേറെ ടേണിലേക്ക് പോകുന്നുണ്ട്, വേറെ പൊളിറ്റിക്കൽ ടേണിലേക്ക് പോകുന്നുണ്ട്. ആ ടേണിന് ശേഷം വന്ന LDF യോഗമാണ്. ആ LDF യോഗത്തിൽ എന്തെങ്കിലും ഒന്ന് സംഭവിക്കുമെന്ന് പ്രതീതി ഉണ്ടായെങ്കിൽ ഒന്നും സംഭവിച്ചില്ല. എന്തുകൊണ്ടാകാം അത്? ഇതിൽ മറ്റൊരു കൗതുകം കൂടിയുള്ളത്, യഥാർത്ഥത്തിൽ ശനിയാഴ്ച മുതൽ ADGP നേരത്തെ അവധിക്ക് അപേക്ഷ ആണ്. അപ്പോൾ അദ്ദേഹം ശനി മുതൽ 4 ദിവസം അവധിയാണ്. അപ്പോൾ സ്വകാര്യ ആവശ്യത്തിനാണ്. ആ അവധി അദ്ദേഹം പിൻവലിച്ചു, അവധി അപേക്ഷ പിൻവലിച്ചു. ഇനി ഞാൻ മാറി നിന്ന് കണ്ടിട്ട് നിങ്ങൾ സന്തോഷിക്കേണ്ട എന്ന് ബിനോയ് വിശ്വത്തിനോടും അല്ലെങ്കിൽ ഇതിൽ എതിർപ്പ് ഉന്നയിച്ച PV Anwarനോടും ഒക്കെ ADGP MR അജിത് കുമാർ പറയുകയാണ്, ഞാൻ എൻ്റെ അവധി അപേക്ഷ പോലും പിൻവലിക്കുകയാണ്, ഞാൻ ഈ ദിവസങ്ങളിൽ ജോലിക്കുണ്ടാവും എന്ന് പറഞ്ഞാൽ അജിത് കുമാറിന് വലിയ കരുത്തുണ്ട്. അദ്ദേഹം ഒട്ടും ദുർബലനല്ല. വലിയ സംരക്ഷണം, വലിയ പരിചയം. നമ്മൾ ഈ നവകേരള യാത്രയുടെ സമയത്തെ രക്ഷാപ്രവർത്തനം ഉണ്ടായിരുന്നല്ലോ, നമ്മൾ പറയാറുള്ളത്. ആ രക്ഷാപ്രവർത്തനമാണ് മുഖ്യമന്ത്രി ഇന്ന് LDF യോഗത്തിൽ നടത്തിയിരിക്കുന്നത്. അത് അത്യുജ്വല രക്ഷാപ്രവർത്തനം തന്നെയാണ്. യോഗം തുടങ്ങുന്നു, ഈ വിഷയം RJD ഉന്നയിക്കുന്നു, അല്ലെങ്കിൽ CPI ഉന്നയിക്കുന്നു. അന്വേഷണം നടക്കുന്നുണ്ടല്ലോ, അന്വേഷണ റിപ്പോർട്ട് വരട്ടെ, നോക്കാമെന്ന് അദ്ദേഹത്തിൻ്റെ പതിവ് ശൈലിയിൽ പറയുന്നു. അതിൽ കൂടുതൽ ചർച്ചകളിലേക്ക് പോകുന്നില്ല. മറ്റു വിഷയങ്ങൾ, ഓണാഘോഷം, മുന്നണിയുടെ അടിത്തറ വിപുലപ്പെടുത്തൽ, ഉപതെരഞ്ഞെടുപ്പ് തുടങ്ങിയ വിഷയങ്ങളിലൂടെ പോകുന്നു. ഏതാണ്ട് 1 മണിക്കൂർ തീരുന്നു, യോഗം കഴിയുന്നു, പോരുന്നു. അപ്പോൾ എൻ്റെ ചോദ്യം, എനിക്ക് ചോദിക്കാനുള്ളത്, അല്ലെങ്കിൽ പൊതുവേ നമ്മളൊക്കെ സംശയിക്കുന്നത്, ഈ ദിവസങ്ങളിലൊക്കെ ബിനോയ് വിശ്വം മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞ ആ പറയുന്ന നെടുങ്കൽ ഡയലോഗുകളും വലിയ ഡയലോഗുകൾ ബാക്കി എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ LDF യോഗം കഴിയുമ്പോൾ ഈ വിഷയത്തിന്റെ കോസിന് വേണ്ടി ആദ്യം സംസാരിച്ച വർഗീസ് ജോർജ് അല്ല, അത് ബിനോയ് വിശ്വമാണ് ആദ്യം മുതൽ തന്നെ. LDF യോഗം കഴിഞ്ഞിറങ്ങി മുഖ്യമന്ത്രി പറഞ്ഞു ഈ പറഞ്ഞ DGPയുടെ അന്വേഷണം കഴിയട്ടെ, അതിനുശേഷം നമുക്ക് നോക്കാം എന്നൊരു പ്രതികരണം പോലും നടത്താൻ ഈ ബിനോയ് വിശ്വം തയ്യാറാവുന്നില്ല. ബിനോയ് വിശ്വം പറയുന്നത് എന്താണ്? ബിനോയ് വിശ്വം പറയുന്നത് എല്ലാം LDF കൺവീനർ പറയുന്നത് നൈസായിട്ട് എസ്കേപ്പ് ആവുകയാണ്. പരമദയനീയമായ കീടങ്ങളാണ് CPIയുടെ ബിനോയ് വിശ്വത്തിന്റെ. ആന്റണി രാജു അങ്ങോട്ട് കയറി പോകുമ്പോൾ ഒരു ന്യായം പറഞ്ഞു, അതായത് സാങ്കേതികമായ ചില പ്രശ്നങ്ങളുണ്ട്, ADGPയെ മാറ്റിയാൽ അത് നിയമപ്രശ്നം ഉണ്ടാവും, സെൻകുമാറിന്റെ അവസ്ഥ ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക്, അതുകൊണ്ട് അത് എളുപ്പമൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ ഒരു സാങ്കേതിക ന്യായം ഉണ്ടല്ലോ, അതെങ്കിലും വേണം ബിനോയ് വിശ്വത്തിന് പറയാമായിരുന്നു തിരിച്ചു വരുമ്പോഴല്ലേ. ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് കാത്തിരിക്കാം, അന്വേഷണം നടക്കട്ടെ എന്നെങ്കിലും പറയാം. അതും പറഞ്ഞില്ല. അപ്പോൾ മുഖം നഷ്ടപ്പെട്ടത് ആർക്കാണ് എന്നൊരു ചോദ്യം ഇടതുമുന്നണിയിലെ ഘടകകക്ഷികൾ ചിലരെങ്കിലും കണ്ണാടിയിൽ നോക്കി ചോദിക്കുന്നത് ഈ രാത്രി നന്നായിരിക്കും. മാത്രമല്ല പഴയ വെളിയ ഭാർഗവന്റെ ചരിത്രം ഒക്കെ എടുത്ത് വായിക്കുന്നത് നന്നായിരിക്കും. CK ചന്ദ്രപ്പന്റെ പറഞ്ഞപോലെ ഇടതുമുന്നണി യോഗത്തിന് മുൻപ് MV ഗോവിന്ദനും ബിനോയ് വിശ്വം തമ്മിൽ സംസാരിച്ചിരുന്നു. ആ സമയത്തും ബിനോയ് വിശ്വം ഈ നിലപാട് ആവർത്തിച്ചിരുന്നു, അതായത് ADGPയെ മാറ്റണം. അതായത് പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് അദ്ദേഹം ആ നിലപാട് ആവർത്തിച്ച് ADGPയെ മാറ്റുകയല്ലാതെ മറ്റു നിവൃത്തിയില്ല എന്നത്. ആ ബിനോയ് വിശ്വമാണ് ഇടതുമുന്നണി യോഗത്തിന് ശേഷം എല്ലാം LDF കൺവീനർ
കാര്യത്തിൽ എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ അദ്ദേഹം ഒഴിഞ്ഞു മാറി. ഇപ്പൊ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗ്രൗണ്ട് എവിടെയോ നഷ്ടമാവുന്ന ഫീൽ ഉണ്ടായി. അങ്ങനെ ഗ്രൗണ്ടൊന്നും നഷ്ടമായിട്ടില്ല. LDF യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എഴുന്നേറ്റ് നിന്ന് തൽക്കാലം ഇതിവിടെ സംസാരിക്കേണ്ട ആവശ്യമില്ല, DGP അന്വേഷിക്കട്ടെ, റിപ്പോർട്ട് വരട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് നോക്കാം എന്ന് പറയുമ്പോഴേക്കും പഞ്ചപുച്ഛമടക്കി ഇറങ്ങിപ്പോകാനുള്ളതേ ഉള്ളൂ ബിനോയ് വിശ്വം CPI എന്നൊക്കെ വ്യക്തമാവുന്നു. ഒരിക്കൽ കൂടി വ്യക്തമാവുന്നു. ഒരു കാര്യം കൂടി, അതായത് ഇന്ന് ഇടതുമുന്നണി കൺവീനർ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു. അദ്ദേഹത്തോട് ചോദിക്കണം, ADGP RSS നേതാക്കളെ കണ്ടതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം കണ്ടതല്ല പ്രശ്നം, എന്തിനു കണ്ടു എന്നതാണ് പ്രശ്നം എന്നാണ്. അതായത് ഇടതുപക്ഷത്തിന്റെ നയം നടപ്പാക്കേണ്ട ലോ ആൻഡ് ഓർഡർ ADGP RSS നേതാക്കളെ ഊഴം വെച്ച് കണ്ടു 10 ദിവസത്തിൽ 2 തവണ എന്നത് ഇടതുമുന്നണി കൺവീനർ ഒരു പ്രശ്നമായേ കാണുന്നില്ല. എന്തിനു കണ്ടു എന്നത് മാത്രമാണ് പ്രശ്നം. വിജയമാർദ്ദൽ വേറൊരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതൊരു ആത്യന്തികമായി സാങ്കേതികമായി ഇതൊരു ഭരണപരമായ കാര്യമാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ PV അൻവർ പറയുന്നത് പ്രകാരം മലപ്പുറത്തെ SP ശശിധരനെ മാറ്റുന്നു, അല്ലെങ്കിൽ മലപ്പുറത്തെ പോലീസ് ഉദ്യോഗസ്ഥരെ മൊത്തം അവിടെ അഴിച്ചു പണിയുന്നു എന്ന് പറഞ്ഞാൽ ഈ ശശിധരനെതിരെയുള്ള അന്വേഷണ റിപ്പോർട്ടൊക്കെ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. PV അൻവർ MLA പറയുന്നത് പ്രകാരം ADGP അജിത് കുമാറിനെ മാറ്റുക എന്ന് പറഞ്ഞാൽ ഒരു മുഖ്യമന്ത്രി ഭരണപരമായി ചെയ്യേണ്ട ഒരു കാര്യമാണോ അത്? ഇപ്പോൾ അജിത് കുമാറിനെ മാറ്റിയാൽ PV അൻവറിന് മാത്രമല്ല പ്രതിപക്ഷ നേതാവിന് ക്രെഡിറ്റ് കിട്ടും തുടങ്ങിയ രാഷ്ട്രീയ കാരണങ്ങൾ കൂടി അതിലുണ്ടാകും. ഇതിനെക്കാട്ടൊരു അപകടമുണ്ട് കാശ്മീർ. നാളെ PV അൻവർ നാളെയോ മറ്റന്നാളോ P ശശിക്കെതിരെ ഒരു വലിയ പരാതി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതും മുഖ്യമന്ത്രിയുടെ അടുത്തേക്കും ആഭ്യന്തര വകുപ്പിലേക്കും പാർട്ടിയിലേക്കും വരികയാണ്. ADGPയെ മാറ്റി അതേ ന്യായം അവിടെ പാർട്ടി നിയമനം നടത്തിയ പാർട്ടിയുടെ ഒരു പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആയ P ശശിക്കും ബാധകമാവും. അപ്പോൾ P ശശിയോടും ഇതേ നടപടി ഈ നയം സ്വീകരിക്കേണ്ടി വരും. അപ്പോൾ ADGPയെ മാറ്റിയാൽ ADGPയെ സംരക്ഷിച്ച P ശശിയെ പിന്നെ മുഖ്യമന്ത്രിക്ക് രക്ഷാപ്രവർത്തനം രക്ഷിക്കാൻ കഴിയില്ല, മാറ്റേണ്ടി വരും. അപ്പോൾ ഈ കാര്യങ്ങൾ ഇവിടെ നിൽക്കില്ല. സമ്മേളനം നടക്കുകയാണ്, അപ്പോൾ വലിയ ചോദ്യം ഉണ്ടാവും. അപ്പോൾ തൽക്കാലം ഇതാണ് സേഫായ മാർഗം. അല്ലെങ്കിൽ തന്നെ പിടിവിട്ട് നിൽപ്പണെന്ന് പറഞ്ഞാൽ ADGP ഇപ്പോൾ മാറ്റിക്കഴിഞ്ഞാൽ ADGP RSS മേധാവിമാരെ പോയി കണ്ട കാര്യം 17 ദിവസമായി അറിഞ്ഞിട്ടും IB റിപ്പോർട്ട്, ഇന്റലിജൻസ് റിപ്പോർട്ട് കൂടി അറിഞ്ഞിട്ടും മുഖ്യമന്ത്രി ഈ ദിവസങ്ങൾ അത്രയും എന്തിന് മൗനിയായിരുന്നു, എന്തുകൊണ്ട് അപ്പോൾ നടപടിയെത്തുന്നതിൽ ചോദ്യം ഉണ്ടാകും. മാറ്റിക്കഴിഞ്ഞാൽ എന്തിനാണ് ഇയാൾ പോയി ദത്താത്രേയ ഹോസാബിലെയും റാംമാധവനെയും കണ്ടതെന്ന് ചോദ്യമുണ്ടാകും. അത് മുഖ്യമന്ത്രിക്കെതിരെയും മകൾക്കെതിരായും കേസുകൾ ഡീലാക്കാനാണ് എന്ന പ്രതിപക്ഷ വിമർശനത്തിന്റെ വ്യക്തത തേടി ചോദ്യങ്ങളുണ്ടാകും. അങ്ങനെ ആകെ മൊത്തം പെട്ടുനിൽപ്പാണ്. സന്ദീപ് വാര്യർ, ഇവിടെ ADGP MR അജിത് കുമാറിനെ പറ്റി PV അൻവർ എന്ന് പറയുന്ന കേരളത്തിന്റെ ഒരു അധികാരപക്ഷ CPM ഒരു MLA ആദ്യം പറഞ്ഞ കാര്യങ്ങൾ അതീവ ഗുരുതരമായ കാര്യങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ഒരു ക്രമസമാധാന ചുമതല കാത്തുസൂക്ഷിക്കാൻ ഏൽപ്പിക്കപ്പെട്ട ഒരാൾ ക്രമസമാധാനത്തിന്റെ കൊലയാളിയാണ് എന്ന് പറയുകയായിരുന്നല്ലോ PV അൻവർ. അതിനുശേഷം ADGP ദത്താത്രേയ ഹോസാബിലെ പോയി കണ്ട കാര്യം പുറത്തേക്ക് വന്നു. ഒരു RSS മേധാവി പോയി കാണുന്നത് നിങ്ങൾക്കൊരു വലിയ പ്രശ്നം ഉണ്ടാവില്ല, പക്ഷേ CPM-നും CPM-ന്റെ രാഷ്ട്രീയത്തിനും അത് വലിയ പ്രശ്നമാണ്. ആ പ്രശ്നം അവിടെ നിൽക്കുമ്പോഴും എന്തുകൊണ്ടാകാം മുഖ്യമന്ത്രി MR അജിത് കുമാറിനെ ചേർത്ത് പിടിക്കുന്നത് എന്നാണ് BJPയുടെ ഒരു തോന്നൽ. സന്ദീപ്, MR അജിത് കുമാറിനെതിരെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആക്ഷേപങ്ങൾ അതീവ ഗൗരവമാണ്. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത് ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് ഒരു ഇടതുപക്ഷ MLA-യുടെ ഭാഗത്തു നിന്നാണ്. ആ ആക്ഷേപങ്ങൾ എന്ന് പറയുന്നത് അദ്ദേഹം കൊലയാളിയാണ്, കള്ളക്കടത്തിൽ ബന്ധമുണ്ട്, സ്വർണ്ണക്കടത്തിൽ ബന്ധമുണ്ട്, അതുപോലെ തന്നെ അതിനേക്കാൾ ഗുരുതരമായിട്ട് ഈ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെയും സംസ്ഥാനത്തെ രാഷ്ട്രീയ നേതാക്കളുടെയും രാഷ്ട്രീയ എതിരാളികളുടെയും നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകരെയും ടെലിഫോൺ ചോർത്തുന്നു എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആക്ഷേപം ഉന്നയിക്കുകയും സംസ്ഥാനത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഉന്നതനായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഫോൺ സംഭാഷണം പുറത്തുവിടുകയും ചെയ്തു. അതാണല്ലോ ഇന്ന് ബഹുമാനായിട്ടുള്ള ഗവർണർ കേരള സർക്കാരിനോട് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത് ഗുരുതരമായിട്ടുള്ള ആക്ഷേപമാണല്ലോ. സുപ്രീം കോടതിയുടെ നിയന്ത്രണങ്ങളുള്ള അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ ചില നിയന്ത്രണങ്ങളുള്ള ഒരു കാര്യമാണ് ടെലിഫോൺ ചോർത്തൽ എന്ന് പറയുന്നത്. ചില അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളെല്ലാം അട്ടിമറിച്ചുകൊണ്ട് കേരളത്തിൽ ടെലിഫോൺ ചോർത്തൽ നടത്തുന്നു, സ്പൈങ് നടത്തുന്നു എന്ന് പറയുന്നത് അതീവ ഗുരുതരമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ ഗവർണർ ഇക്കാര്യത്തിൽ ഇടപെട്ടിരിക്കുകയാണ്. അതിന്റെ ഗൗരവം മനസ്സിലായത് കൊണ്ടായിരിക്കണമല്ലോ കേരളത്തിന്റെ ഗവർണർ ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ടാവുക. എന്തുകൊണ്ടാണ് ഇത്രയും ദിവസമായിട്ട് മുഖ്യമന്ത്രി അക്കാര്യത്തിൽ പ്രതികരിക്കാത്തത്? എന്തുകൊണ്ടാണ് സർക്കാർ പ്രതികരിക്കാത്തത്? എനിക്ക് മനസ്സിലാകാത്തത്, ഈ പെഗാസസ് ഒക്കെ വന്നപ്പോൾ ഖണ്ഡശ വലിയ ചർച്ചകൾ നടത്തിയിട്ടുള്ള കേരളത്തിലെ മാധ്യമപ്രവർത്തകർ എന്താ ഇക്കാര്യത്തിൽ പ്രതികരിക്കാത്തത്? അവരുടെ കൂടി ഫോൺ ചോർത്തുന്നു എന്നാണല്ലോ അൻവർ ആക്ഷേപം ഉന്നയിച്ചിട്ടുള്ളത്. ഒരാൾക്കും അക്കാര്യത്തിൽ ഒരു പരാതിയില്ലല്ലോ. അപ്പൊ എന്തുകൊണ്ടാണ് അത് ഉന്നയിക്കാത്തത്? അതിന് പകരം ഈ ചർച്ചയെ മുഴുവൻ ഡീവിയേറ്റ് ചെയ്ത് വിടാൻ വിടാൻ വേണ്ടിയിട്ടുള്ള ചില പരിശ്രമം നടക്കുന്നുണ്ട്. താങ്കളുടെ ഫേസ്ബുക്കിൽ നോക്കുമ്പോൾ താങ്കളുടെ നാട്ടിലെ ക്ഷേത്രോത്സവത്തിൽ താങ്കൾ മുഴുകി നിൽക്കാതെ കഴിഞ്ഞ ദിവസം അതുകൊണ്ടാണ് നമ്മൾ ചർച്ച നടത്തി താങ്കൾ കാണാത്തതുകൊണ്ടാണ്. ഇതൊക്കെ നമ്മൾ ചോദിക്കുന്നുണ്ട് പോയ ദിവസങ്ങളിൽ. സന്ദീപ്, ഞാൻ നിങ്ങളെ ചർച്ച കണ്ടിരുന്നില്ല. ഹാഷ്മി ഏതോ ചോദിക്കുന്നല്ല. ഹാഷ്മിയുടെ ഏതോ ഒരു ചർച്ചയിൽ സന്ദീപ് വാര്യർ ഫേസ്ബുക്കിലൊന്നും പ്രതികരിക്കുന്നില്ലല്ലോ എന്ന് ചോദിച്ചു കണ്ടു. പക്ഷെ എനിക്കറിയാമല്ലോ, എനിക്ക് വ്യക്തിപരമായിട്ടുള്ള എൻ്റെ നാടുമായി ബന്ധപ്പെട്ട ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്നു.
അതാ പറഞ്ഞ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അല്ലല്ല ആൾക്കാർ നിൽക്കേണ്ടി ഞാൻ പറഞ്ഞ വന്നതുകൊണ്ടാണ് ചെത്തല്ലൂരിലെ എനിക്ക് ക്ഷേത്രോത്സവത്തിൽ പക്ഷേ താങ്കൾ ഞാൻ പറഞ്ഞു അതീവ വരുന്നത് തിരക്കിലായത് വളരെ കാരണം ഈ ചർച്ച ആക്ഷേപമാണ്. കാണാതിരുന്നതാകാമെന്ന് പറഞ്ഞതേ ഉള്ളൂ. ആ പറഞ്ഞു പൂർത്തിയായിക്കോളൂ. അല്ല, ഞാൻ ഈ ചർച്ചയുടെ ക്ലിപ്പുകളൊക്കെ കണ്ടിരുന്നു. അവിടെ അതിലെവിടെയും ഇത്തരത്തിലുള്ള ഈ വിഷയം അത് അർഹിക്കുന്ന ഗൗരവത്തോട് ചർച്ച ചെയ്തതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഈ പ്രധാനപ്പെട്ട വിഷയം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് കേരളത്തിലെ മാധ്യമങ്ങളും കേരളത്തിലെ പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ളവർ ഈ ടെലിഫോൺ ചോർത്തൽ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യത്തെ നിലനിൽക്കുന്ന നിയമങ്ങളെ മുഴുവൻ ലംഘിച്ചുകൊണ്ടുള്ള ഒരു പ്രവൃത്തി ഈ അജിത് കുമാർ നേതൃത്വത്തിൽ നടന്നു എന്നൊരു ഇടതുപക്ഷ MLA ആക്ഷേപിച്ചിട്ടും അവർക്കാർക്കും അതുമായി ബന്ധപ്പെട്ട് വലിയ പരാതിയില്ലാത്തത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതിനു പകരം ചർച്ച മുഴുവൻ മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോകാനും അതോടുകൂടി ഗവൺമെന്റിനെ ഇക്കാര്യത്തിൽ രക്ഷപ്പെടുത്താനുമുള്ള ഒരു ആസൂത്രിതമായിട്ടുള്ള ശ്രമം നടക്കുകയാണ്. മുഖ്യമന്ത്രി എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല, CPM എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല എന്നുള്ളത് അജിത് കുമാറിന്റെ കയ്യിൽ പിണറായി വിജയനെ കൊടുക്കാൻ പറ്റിയ ഏതെങ്കിലും വലിയ ബോംബുകളുണ്ടോ എന്ന ന്യായമായും സംശയം കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിലുണ്ടാക്കും. അപ്പുറത്ത് അൻവറിനെ കൈവിടാൻ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല? അൻവറിന്റെ കയ്യിൽ അതിനേക്കാൾ വലിയ മറ്റൊരു ബോംബുണ്ടാകാം. അപ്പൊ ഇത്തരം ചെകുത്താന്റെയും കടലിന്റെയും നടുക്ക് പെട്ടുപോയ സ്ഥിതിയിലാണ് കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിയാൽ അതിലെങ്ങനെ തെറ്റു പറയാൻ സാധിക്കും? ഇത് വളരെ പ്രധാനപ്പെട്ട സംഗതിയല്ലേ? ആക്ഷേപങ്ങളല്ലോ. ഷബിൻ വർക്കി ഇവിടെ നമ്മുടെ അജിത് കുമാറിന്റെ ക്രമസമാധാന പോലീസ് കാര്യമായി ഒന്ന് സ്നേഹിച്ചതിന്റെ ബാക്കിപത്രമായിട്ടാണ് ഇരിക്കുന്നത്. യാതൊരു ചോദ്യം ആ സ്നേഹത്തിന്റെ വേദന മാറിയോ? മുറിവൊക്കെ ഉണങ്ങി തുടങ്ങിയോ? തീർച്ചയായിട്ടും അത് നിങ്ങളെല്ലാവരും കണ്ടതാണ്. ശ്രീ അജിത് കുമാറിനെ നീ കുറ്റം പറയുമോടാ എന്ന് ചോദിച്ചു തന്നെയാണ് ആ പോലീസുകാരെന്ന് മർദ്ദനം അഴിച്ചു വിട്ടത്. അതിൻ്റെ ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, പക്ഷേ എങ്കിലും ഭേദമായി വരികയാണ്. അല്ല, ഷബിൻ വർക്കി ഇന്നത്തെ LDF യോഗത്തിൽ മറിച്ചെന്തെങ്കിലും ഷബിൻ പ്രതീക്ഷിച്ചിരുന്നോ? എന്ന് പറഞ്ഞാൽ ബിനോയ് വിശ്വം ഇതിനു മുൻപും നെടുങ്കൻ ഡയലോഗുകൾ അടിക്കുന്ന നമ്മൾ കാണുന്നുണ്ട്, ധാർമ്മികതയുടെ പക്ഷം നിൽക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ കവാത്ത് മറക്കുന്നതും നമ്മൾ കണ്ടതാണ്. അത് ബിനോയ് വിശ്വമല്ല, അതിനു മുൻപ് കാനത്തിന്റെ അവസാന നാളുകളിലൊക്കെ കവാത്ത് മറക്കൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ കവാത്ത് മറക്കലിനിടയിൽ CPI അവിടെ പോയി അതിശക്തമായി ആവശ്യപ്പെടും. ആ ശക്തമായ ആവശ്യത്തിന്റെ പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നാൽ ഈ പറഞ്ഞ ADGP എപ്പോൾ വേണമെങ്കിൽ മാറ്റിക്കളയുന്ന പോർട്ട്ഫോളിയോ ആണ്, ആ പോർട്ട്ഫോളിയോ അങ്ങ് മാറട്ടെ എന്ന് പ്രഖ്യാപിക്കും എന്ന് അബിൻ കരുതിയിരുന്നോ? തീർച്ചയായിട്ടും ഇല്ല. ഞാനും ഈ സത്യാനന്തര കാലഘട്ടത്തിലൊക്കെയാണല്ലോ ഹാഷ്മി നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സത്യാനന്തര കാലഘട്ടത്തിലെ ഏറ്റവും പ്രശസ്തമായ ഡയലോഗ് പോലെ ഇതിലും മികച്ചതൊന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ നിഷ്കളങ്കരെ എന്നുള്ള ചോദ്യം മാത്രമാണ് ബാക്കിയുള്ളത്. ആ ഒരു അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളൂ. ഇതിലും മികച്ചതൊന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ഹാഷ്മി, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഇതിനകത്ത് ഈ കള്ളന് കഞ്ഞി വെച്ചവനെ അങ്ങനെ കള്ളന് പെട്ടെന്ന് മറക്കാൻ പറ്റില്ല. അതാണ് ശ്രീ പിണറായി വിജയൻ്റെ അവസ്ഥ. കാരണം അദ്ദേഹത്തിന് വേണ്ടിയുള്ള കഞ്ഞിവെപ്പ് മുഴുവൻ നടത്തിയത് ADGP അജിത് കുമാറായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കള്ളന് ആ കഞ്ഞി വെച്ചവനെ ഒരിക്കലും മറക്കാനും സാധിക്കില്ല. മറന്നാൽ കഞ്ഞിവെപ്പിനിടയിലെ പല കഥകളും പുറത്തു വരും എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് LDFിലെ ഘടകകക്ഷികൾ മുഴുവനായി തന്നെ ഏതാണ്ട് CPI പൂർണ്ണമായി തന്നെ എതിർത്ത് പറഞ്ഞു. ശ്രീ വർഗീസ് ജോർജ് പുറത്തിറങ്ങി വന്ന അദ്ദേഹം വളരെ കൃത്യമായി അദ്ദേഹത്തിൻ്റെ നിലപാട് തുടക്കം മുതൽ ഇതായിരുന്നു എന്നുള്ളത് വളരെ കൃത്യമായി വ്യക്തമാക്കി. എന്നിട്ടും മുഖ്യമന്ത്രിയുടെ ഒരൊറ്റ പിടിവാശിക്ക് മുന്നിൽ ADGP അജിത് കുമാറിനെതിരെ നടപടിയെടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ വളരെ കൃത്യമാണ് എന്താണ് അജിത് കുമാറും മുഖ്യമന്ത്രിയുമായിട്ടുള്ള ബന്ധം എന്നുള്ളത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA ആയ ശ്രീ PV അൻവർ തന്നെ ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. ഞങ്ങളിത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ഹാഷ്മി ഇത് പറയുന്നത്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഞങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞതാണ്. ഇപ്പോൾ ശ്രീ സന്ദീപ് വാര്യർ അടക്കമുള്ളവർ ഇവിടെ പറയുന്നുണ്ട്, ഇവിടെ നമ്മൾ വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നു. ആരാണ് സത്യത്തിൽ വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നത്? ഇവിടെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് ആദ്യമായി ഈ കേരളത്തിലുണ്ടാകുന്നത് 2018-19 കാലഘട്ടത്തിലാണ്. അന്ന് തന്നെ ദേശീയ അന്വേഷണ ഏജൻസികൾ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇവിടെ നടത്തുന്നുണ്ട്. ആ അന്വേഷണം ശരിയായ വണ്ണം നടത്തിയിരുന്നുവെങ്കിൽ പിന്നീട് P ശശിക്കും അജിത് കുമാറിനും ഒക്കെ ചേർന്ന് സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുവാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകുമായിരുന്നു എന്ന് പ്രിയപ്പെട്ട BJPയുടെ പ്രതിനിധികളും കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ വക്താക്കളും ഇവിടെ മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ അവരുടെ മൗനാനുവാദം ആ ഓഫീസിന് എപ്പോഴും ലഭിച്ചിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇവിടെ സ്വർണ്ണക്കള്ളക്കടത്ത്, മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ, മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി തന്നെ സ്വർണ്ണക്കള്ളക്കടത്തിൽ 112 ദിവസം ജയിലിൽ പോയി. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA തന്നെ ഇവിടെ സ്വർണ്ണക്കള്ളക്കടത്ത് മാത്രമല്ല കൊലപാതക ശ്രമം, അതിൻ്റെ അധോലോക നെക്സസ്, ദാവൂദ് ഇബ്രാഹിമിനെ ഇവിടെ ബോസായി കാണുന്നു അല്ലെങ്കിൽ റോൾ മോഡലായി കാണുന്നു എന്ന് പറഞ്ഞിട്ട് 6-7 കൊല്ലമായി ഈ കേന്ദ്ര അന്വേഷണ ഏജൻസി എവിടെ പോയിരിക്കുകയാണ് ഹാഷ്മി? അപ്പോഴാണ് നമ്മൾ ഈ അജിത് കുമാർ എന്തിനു വേണ്ടിയിട്ടാണ്
RSSുമായി ചർച്ച നടത്തിയത് എന്നതിനുള്ള ഉത്തരം കിട്ടുന്നത്. ആ ഉത്തരം വളരെ കൃത്യമായി ശ്രീ VS സുനിൽകുമാർ, അദ്ദേഹത്തെ ഇവരാരും കുറ്റം പറയുന്നില്ലല്ലോ, ശ്രീ VS സുനിൽകുമാർ വളരെ കൃത്യമായി പറഞ്ഞു. എന്താണ്? പൂരം കലങ്ങിയതല്ല, പൂരം കലക്കിയതാണ്. ആരാണ് കലക്കിയത്? പൂരം കലക്കിയത് കേരള പോലീസാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കും, ഇപ്പോൾ ഇന്ന് LDFന്റെ തീരുമാനം വിശദീകരിച്ചുകൊണ്ട് ശ്രീ TP രാമകൃഷ്ണൻ നടത്തിയ പത്രസമ്മേളനം ഞാൻ കാണുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് ഇവിടെ RSS നേതാക്കന്മാരെ കാണുന്നത് കുഴപ്പമില്ല, പക്ഷെ എന്തിനു കണ്ടു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അങ്ങനെയാണെങ്കിൽ ശ്രീ EP ജയരാജനെ എന്തിനാണ് പുറത്താക്കിയത്? ശ്രീ EP ജയരാജന്റെ വീട്ടിലേക്ക് പ്രകാശ് ജാവദേക്കർ വന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇതേ വാർത്താ സമ്മേളനത്തിൽ TP രാമകൃഷ്ണൻ അതും നിഷേധിക്കുന്നുണ്ട്. അതായത് ഈ പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ചയുടെ പേരിലല്ല ശ്രീ അബിൻ വർക്കി അല്ല ഈ EP ജയരാജനെ പുറത്താക്കിയതെന്നും, അതായത് കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയതെന്നും, പകരം സംഘടനാപരമായ തീരുമാനം മാത്രമാണ്, നാളെ എന്നെയും ഒരുപക്ഷെ ഈ സ്ഥാനത്ത് മാറ്റി നിർത്തിയേക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം ന്യായീകരിക്കുന്നുണ്ട് അതിനെ. അതായത് ശ്രീ ഗോപികൃഷ്ണൻ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ CPM ഒരു വലിയ മനോചിന്തനം ഉണ്ടായി. അതായത് EP ജയരാജനെ LDF കൺവീനറിൽ നിന്ന് മാറ്റി TP രാമകൃഷ്ണനെ വെക്കാമെന്ന ഒരു ബോധോദയം ഉണ്ടായിട്ട് മാറ്റിയതൊന്നും അല്ലല്ലോ. നമ്മളെല്ലാവരും അരിയാഹാരം കഴിക്കുന്നതല്ലേ, അല്ലാതെ CPMകാരെ പോലെ ഇപ്പോൾ പകലാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്ന ആളുകളൊന്നും അല്ലല്ലോ. അവർ മാറ്റിയതിൻ്റെ വളരെ വ്യക്തമായ കാരണം ഗോവിന്ദൻ മാഷ് പലകുറി പറഞ്ഞു, സഖാവ് EP ജയരാജനെതിരായ ചില കാര്യങ്ങളിൽ അന്വേഷണമൊക്കെ നടത്തി വരുന്നുണ്ടെന്ന് പറയുകയുണ്ടായി. അതിൻ്റെ പുറത്താണ് മാറ്റിയത് എന്നുള്ളത് നമുക്കറിയാൻ പാടില്ലേ ശ്രീ ഗോപികൃഷ്ണൻ? ആ നിലപാട് ഇപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? EP ജയരാജൻ്റെ വീട്ടിലേക്കാണ് പ്രകാശ് ജാവദേക്കർ വന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ ശ്രീ അജിത് കുമാർ ചോദിച്ച് RSS ചീഫിനെ കാണുകയാണ്. എന്താണ് സംസാരിച്ചത് 1 മണിക്കൂർ എന്നുള്ളത് അജിത് കുമാർ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. അതിനുശേഷം ഒരു തുടർ ചർച്ചയായി കോവളത്ത് റാം മാധവനെ കാണുകയാണ്. റാം മാധവനൊപ്പം കണ്ടവരുടെ ലിസ്റ്റുകളൊക്കെ ഇനി പുറത്തു വരാനിരിക്കുന്നുണ്ട്. അവിടെയും എന്താണ് സംസാരിച്ചത് എന്നുള്ളത് ശ്രീ അജിത് കുമാർ വ്യക്തമാക്കുന്നില്ല. കേരള പോലീസ് എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായി നമുക്കറിയാം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLAയുടെ ഭാഷയിൽ പറഞ്ഞാൽ മുഖ്യമന്ത്രിയും ശശിയും അജിത്തും ചേർന്ന ഒരു അധോലോക നെക്സസ് ആണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ്. ആ ആഭ്യന്തര വകുപ്പിൽ മുഖ്യമന്ത്രിയുടെ സർവ്വസൈന്യാധിപനായ ശ്രീ അജിത് കുമാർ എന്തിനു വേണ്ടിയിട്ടാണ് ഈ RSSകാരൻ്റെ വീട്ടുപടിക്കൽ പോയി ചർച്ച നടത്തിയതെന്ന് പറയുമ്പോൾ വളരെ കൃത്യമാണ്, അത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ്, അല്ലാതെ അജിത് കുമാറിന് വേണ്ടിയാണോ? മുഖ്യമന്ത്രിയുടെ ഉപദേശകനും മുഖ്യമന്ത്രിയുടെ ഇടനിലക്കാരനുമായിട്ടാണ് അജിത് കുമാർ പോയത്. അതുകൊണ്ടാണ് അജിത് കുമാറിനെ CPI എതിർത്തിട്ട്, അജിത് കുമാറിനെ കേരള കോൺഗ്രസ് എതിർത്തിട്ട്, അജിത് കുമാറിനെ വർഗീസ് ജോർജ് എതിർത്തിട്ട്, അജിത് കുമാറിനെ KT ജലീൽ എതിർത്തിട്ട്, അജിത് കുമാറിനെ PV അൻവർ എതിർത്തിട്ടും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഇവിടെ തള്ളി പറയാൻ പറ്റാത്തതിൻ്റെ കാരണം മുഖ്യമന്ത്രിയുടെ അഴിമതി കഥകൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടി RSSും BJPയുമായി അണ്ടർഗ്രൗണ്ട് സെറ്റിൽമെന്റ് നടത്തിയ ഇടനിലക്കാരൻ ഉണ്ടായത്. ഇന്ന് അജിത് കുമാറിനെതിരെ നടപടി എടുക്കാതിരിക്കാനുള്ള ഒരു കാരണം ഇന്ന് അതും മാത്രമാണ്, അല്ലാതെ വേറെ എന്താണുള്ളത്? നിങ്ങളൊന്ന് ആലോചിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ കേട്ടുകേൾവിയുണ്ടോ? ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെതിരെ ഒരു അന്വേഷണം നടത്തുന്നത് അദ്ദേഹത്തിന് തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന കീഴുദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞാൽ ആ അന്വേഷണത്തിന് പിന്നെ എന്ത് പ്രസക്തിയാണുള്ളത് കാശ്മീർ? അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം പറഞ്ഞത് ഒരിക്കൽ കൂടി, കഞ്ഞി വെച്ചവനാണ് അജിത് കുമാർ. ആ കഞ്ഞി വെച്ചവനെ പെട്ടെന്ന് കള്ളന് മറക്കാൻ പറ്റില്ല. ശ്രീ അബിൻ വർക്കി, ഇപ്പോൾ ഞാൻ താങ്കളുടെ രാഷ്ട്രീയ പക്ഷം അല്ലെങ്കിൽ കൂടിയും മറ്റൊരു രാഷ്ട്രീയ പക്ഷത്ത് സംഘടനാ പ്രവർത്തനം നടത്തിയിരുന്ന ആളെന്നുള്ള നിലയ്ക്ക് താങ്കളുടെ ഒരു ട്രോൾ കണ്ട പോലെ വേദന തോന്നി. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന മർദ്ദനത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിലിരിക്കുന്ന ഒരു ചിത്രമൊക്കെ എടുത്തു വെച്ച് അവളുടെ രാവുകൾ എന്ന് പറഞ്ഞ സീമയുടെ ചിത്രമൊക്കെ ചേർത്ത് വെച്ച് ട്രോൾ കണ്ടിരുന്നോ? താങ്കൾ എപ്പോഴും കാണുമ്പോൾ ചോദിക്കണമെന്ന് വിചാരിച്ചാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആ ട്രോളുകളൊക്കെ വന്നിരുന്നു. അതായത് ഈ അപരൻ്റെ സങ്കടം പോലും എൻ്റെ സങ്കടമായിട്ട് കാണണമെന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ, നമ്മളൊക്കെ ഒരു സമരം നടത്തി ആ സമരത്തിൽ ക്രൂരമായ പോലീസ് ലാത്തിചാർജിന് വിധേയമായി ആശുപത്രിയിൽ ചികിത്സയ്ക്ക് ഇരിക്കുന്ന ഒരു ചിത്രമെടുത്ത് ട്രോൾ ഉണ്ടാക്കുമ്പോൾ എനിക്ക് അവരെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. കാരണം ഞാൻ വീണ്ടും ഇടതുപക്ഷത്തിൻ്റെ ഭാഷ കടമെടുത്താൽ പിതൃശൂന്യത്വമൊക്കെ കൈമുതലാക്കിയവർ ഏത് അറ്റം വരെ പോയാലും നമുക്കതിനകത്തൊന്നും പ്രതികരിക്കാനില്ല. പക്ഷെ ഒറ്റ കാര്യം ഞാൻ പറയാം, ഈ രാവുകൾ എണ്ണുന്ന ഇടതുപക്ഷക്കാരും ട്രോൾ ഉണ്ടാക്കുന്ന പ്രിയ ശ്രീ സന്ദീപ് വാര്യർ, ഇപ്പോൾ താങ്കൾ ഈ ചർച്ചയിൽ ഉന്നയിച്ച ഒരു തുടങ്ങിയിരിക്കുന്നു. അധികം രാവുകൾ ഇല്ലാതെ
ശരി, വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ADGP MR അജിത് കുമാർ അതിന്റെ ഒരു ഭരണപക്ഷ MLA ഉന്നയിക്കുന്ന അതിഗുരുതരമായ ആരോപണങ്ങൾക്കിടയിൽ അദ്ദേഹം നടത്തിയ RSS മേധാവിമാരുമായ ചർച്ചകളുടെ വിശദാംശങ്ങൾ പുറത്തു വന്നതിന് ശേഷം നടന്ന LDF യോഗത്തിലും എന്തുകൊണ്ട് MR അജിത് കുമാറിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കാക്കുന്നു എന്ന് ചോദ്യം അവിടെ നിൽക്കുന്നു. അതോടൊപ്പമാണ് ഇന്ന് PV അൻവർ നടത്തിയ വാർത്താ സമ്മേളനം. KR ഗോപികൃഷ്ണൻ അവിടെ മലപ്പുറത്ത് ഈ പോലീസ് മേധാവി അല്ലെങ്കിൽ DYSPമാർക്ക് മുകളിലോട്ടുള്ള എല്ലാ ഉദ്യോഗസ്ഥരെയും ചിതറിച്ചത് ഒരുപക്ഷെ അൻവറുമായി ഒരു ടോക്കൺ ഡീൽ ഉണ്ടാക്കാനാണ്, അല്ലെങ്കിൽ അൻവറിനെ ഒന്ന് മെരുക്കാനാണ് എന്നൊരു ധാരണ കേട്ടിരുന്നു. പക്ഷെ അങ്ങനെയല്ല. അൻവർ ഇന്ന് ആഞ്ഞടിക്കുകയാണ്. ആഞ്ഞടിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ സെക്രട്ടറിക്കെതിരെ ആഞ്ഞടിക്കുന്നു. ഇവ നടത്തിയ ഫോൺ ചോർത്തലിനെ പറ്റി, അവിടെ ആശ്രമം കത്തിച്ച കേസിൽ RSSകാരെ സംരക്ഷിക്കാൻ എങ്ങനെയാണ് ഇതുമായി ഒരു ബന്ധവുമില്ലാത്ത കാരായ രാജന്റെ അടക്കം ഫോൺ ചോർത്തിയത് എന്നതിനെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ അൻവറും ഒരു ഓൾ ഔട്ട് അറ്റാക്കിൽ കടന്നിരിക്കുന്നു. ഒന്നാമത്തെ കാര്യം, PV അൻവർ ഈ തുടക്കത്തിൽ വിവാദങ്ങൾ കൊണ്ടുവന്നപ്പോൾ എന്താണോ ഉദ്ദേശിച്ചത് അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ, അതായത് അൻവറിന്റെ തന്നെ പിടിക്ക് പുറത്തേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. അതിനൊരു ഉദാഹരണമാണ് ഇപ്പോൾ സന്ദീപ് വാര്യർ ഈ ചർച്ചയിൽ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് കേട്ടല്ലോ, ഗവർണർ ഈ വിഷയത്തിൽ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. അതായത് ഫോൺ ചോർത്തൽ പോലെ വളരെ ഗൗരവമുള്ള ഒരു കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് എന്ത് നടപടി ഉണ്ടായി, മന്ത്രിമാരുടെ അടക്കം ഫോൺ ചോർന്ന സംഭവത്തിൽ എന്ത് നടപടിയാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നത്, അലാമിംഗ് ആണ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞ് ഗവർണർ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അപ്പോൾ അത് അൻവറിന് പുറത്തുപോയ കാര്യമാണ്. P ശശിയെ ഉന്നം വെച്ച് ഈ ശശിധരനിലൂടെയോ അല്ലെങ്കിൽ അജിത് കുമാറിലൂടെയോ അങ്ങോട്ടെത്താനാണ് അൻവർ ശ്രമിച്ചതെങ്കിൽ ഇത് അതിനപ്പുറത്ത് പാർട്ടിയിൽ ഒരു പ്രശ്നമാകുന്നു, മുന്നണിയിൽ ഒരു വലിയ വിഷയമായി മാറുന്നു, ഘടകകക്ഷികൾ അകന്നു പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ അൻവർ വിചാരിച്ചാൽ പോലും നിയന്ത്രിച്ച് നിർത്താൻ കഴിയാത്ത അല്ലെങ്കിൽ തിരികെ പിടിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് വിവാദങ്ങൾ സ്വമേധയാ അങ്ങ് കടന്നു കഴിഞ്ഞു. ഇനി അൻവറിനെ സെറ്റിൽ ചെയ്യാനുള്ള നീക്കമായിരിക്കാം ഒരുപക്ഷെ ഈ മലപ്പുറത്തെ ശശിധരൻ. കാരണം അൻവറിന്റെ യുദ്ധം തുടങ്ങുന്നത് ശശിധരനെതിരെയാണ്. അപ്പോൾ ശശിധരനെ മാറ്റുന്നതിലൂടെ, സുജിത് ദാസിനെതിരായി നടപടിയെടുക്കുന്നതിലൂടെ ഒരുപക്ഷെ അങ്ങനെ ഒരു നീക്കം സർക്കാർ നടത്താൻ ആലോചിച്ചിട്ടുണ്ടാകാം. അങ്ങനെയാണെങ്കിൽ പോലും ഇപ്പോൾ ADGP RSS കൂടിക്കാഴ്ച എന്ന വിഷയത്തിൽ ഒരു തരത്തിലുള്ള ഒരു സെറ്റിൽമെന്റും സാധ്യമാകാത്ത നിലയിലേക്ക് ഈ വിവാദം മാറി. മലപ്പുറത്ത് മാറ്റിയ ഉദ്യോഗസ്ഥരെ മുഴുവൻ മാറ്റിയല്ലോ, അതിൽ അൻവറിന്റെ പ്രിയപ്പെട്ട 2-3 പേരും കൂടി ഉണ്ടായിരുന്നു. അതൊരു പ്രശ്നമാണ്. അതായത് ഈ SP മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുള്ളൂ. SP മാറ്റിയത് മാത്രമല്ല, അൻവറിന്റെ പ്രിയപ്പെട്ടവർ എന്ന അൻവറിന്റെ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന കുറച്ചുപേരും കൂടി അക്കൂട്ടത്തിൽ തെറിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പ്രകോപനത്തിന് ഒരു കാരണം അതുമാകാം എന്ന് ഒരു സംസാരമുണ്ട്, കേൾക്കുന്നുണ്ട്. ഞാൻ ശ്രീ സന്ദീപ് വാര്യറിലേക്ക് ഒന്ന് പോട്ടെ. ശ്രീ സന്ദീപ് വാര്യർ, ഇപ്പോൾ താങ്കൾ നേരത്തെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന നിലയിൽ താങ്കൾ പറഞ്ഞു, ഫോൺ ചോർത്തൽ പോലെ വളരെ ഗൗരവമുള്ള ഒരു വിഷയം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് മാധ്യമങ്ങളോ അല്ലെങ്കിൽ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളോ ആ വിഷയത്തെ അർഹിക്കുന്ന ഗൗരവത്തിൽ പരിഗണിക്കാത്തതെന്ന് താങ്കൾ ചോദിച്ചു. താങ്കളുടെ ആ വിമർശനം നിലനിൽക്കുന്നതാണ്, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ എവിടെയാണ് ഇപ്പോൾ ഫോക്കസ് കിടക്കുന്നത്? ഫോക്കസ് കിടക്കുന്നത് ADGP RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ച എന്തിന് എന്നുള്ളതാണ്. ആ പ്രശ്നത്തിൽ നിന്ന് അല്ലെങ്കിൽ അതിനൊരു ഉത്തരം കിട്ടിയാൽ ഫോക്കസ് മാറാകുന്നതേ ഉള്ളൂ. അതിന് ഉത്തരം വളരെ വേഗം കണ്ടെത്താൻ കഴിയും BJP വിചാരിച്ചാൽ. കാരണം BJPയുടെ മുൻ കേന്ദ്രമന്ത്രി, ദേശീയ നിർവാഹക സമിതി അംഗം V മുരളീധരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് 3 പേർക്കാണ് ഈ പ്രശ്നത്തിൽ ക്ലാരിറ്റി വരുത്താൻ കഴിയുക. ഒന്ന്, മുഖ്യമന്ത്രി വിചാരിച്ചാൽ അദ്ദേഹം പറയണം എന്തിനാണ് ADGP പോയി RSS നേതാക്കളെ കണ്ടത്, അല്ലെങ്കിൽ ADGP ആയ MR അജിത് കുമാർ വിശദീകരിക്കണം എന്ത് കാര്യമാണ് സംസാരിച്ചതെന്ന്. പിന്നെ മൂന്നാമത്തെ സാധ്യത RSS ഈ കാര്യങ്ങൾ വിശദീകരിക്കുക എന്നതാണ്. അവിടെ V മുരളീധരൻ പറയുന്നു ഉചിതമായ സമയത്ത് RSS നേതാക്കൾ ഈ കാര്യങ്ങൾ വിശദീകരിക്കുമെന്ന്. ഞാൻ മനസ്സിലാക്കുന്നത് BJPയുടെ ഒരു ആവശ്യം പോലും RSS നേതാക്കൾ ഈ കാര്യങ്ങളിൽ ക്ലാരിറ്റി വരുത്തണം എന്നാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ്, ഉചിതമായ സമയമായില്ലേ? അങ്ങനെ വിശദീകരിച്ചു കഴിഞ്ഞാൽ അവസാനിക്കാവുന്നതല്ലേ ഉള്ളൂ ഈ വിവാദം? ഗോപീഷൻ, നിങ്ങളൊക്കെ ദീർഘകാലമായിട്ട് മാധ്യമപ്രവർത്തന രംഗത്തുള്ള ആളാണല്ലോ. RSS എന്ന് പറയുന്ന ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു അംബ്രല്ല ഓർഗനൈസേഷൻ, അത് കേവലമായിട്ടുള്ളൊരു സംഘടനയല്ല, രാജ്യത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനം ആ സംഘടനയുടെ പ്രത്യയശാസ്ത്രത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടന അതിന് കീഴിലാണുള്ളത്. രാജ്യത്തെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടന, എന്തിനേറെ ദൃഷ്ടിഹീൻ കല്യാൺ സംഘ് എന്ന് പറയുന്ന നമ്മുടെ കാഴ്ചശക്തി ഇല്ലാത്തവരുടെ സംഘടനയടക്കം സമൂഹത്തിലെ വിവിധ തുറകളിൽ പ്രവർത്തിക്കുന്ന നിരവധി സംഘടനകൾ ഏകോപിപ്പിക്കുന്ന ഒരു വലിയ അംബ്രല്ല ഓർഗനൈസേഷനാണ്. രാജ്യത്ത് നിർണായകമായിട്ടുള്ള ഒട്ടേറെ സംഭവ വികാസങ്ങളിൽ ചരിത്രത്തിൻ്റെ നിരവധി ഇടവേളകളിൽ നിരവധി സമയങ്ങളിലൊക്കെ അതാത് സർക്കാരുകൾ, BJP സർക്കാരുകളല്ല, അന്നത്തെ സർക്കാരുകളൊക്കെ RSSന്റെ സഹായം തേടിയിട്ടുണ്ട്. 47-ൽ കാശ്മീരിനെ ഇന്ത്യയോട് ചേർക്കാൻ വേണ്ടി മഹാരാജ രഞ്ജിത് സിംഗിനോട് ചർച്ച ചെയ്യാൻ വേണ്ടി അന്നത്തെ ഗവൺമെന്റ്, അന്നത്തെ സർസംഘചാലകനായിരുന്ന പൂജനീയ ഗുരുജി ഗോൾവൽക്കറോടാണ് സംസാരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടത്. അദ്ദേഹമാണ് മീഡിയേറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നിരവധിയായിട്ടുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. RSSുമായി ഗവൺമെന്റ് ചേർന്ന് പ്രവർത്തിച്ചിട്ടുള്ള നിരവധി സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. RSS അക്കാലത്തൊക്കെ ഗവൺമെന്റ് ആവശ്യപ്പെടുന്ന സഹായങ്ങൾ സർക്കാരുകൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുമുണ്ട്. തികച്ചും രാജ്യസ്നേഹപരമായിട്ടുള്ള നിലപാടുകൾ കൊണ്ടാണ് അത്തരം നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ളത്. RSSന്റെ നേതൃത്വവുമായി കാണാനും സംസാരിക്കാനും ആഗ്രഹിക്കാത്തവരായിട്ട് ആരാണ് ഉണ്ടാവുക? സ്വാഭാവികമായിട്ടും ഇപ്പോൾ മുൻ പ്രസിഡന്റായിരുന്ന പ്രണബ്
പ്രണബ് മുഖർജി വരെ RSSന്റെ ആസ്ഥാനത്ത് പോയിട്ടില്ലേ? എത്രയോ ആളുകൾ പരസ്യമായിട്ടല്ലേ സാർ? മഹാരഥന്മാരായിട്ടുള്ള ആളുകൾ അല്ല സന്ദീപ്, അതൊക്കെ പരസ്യമായി പോയി കാണലല്ലേ? ഇതുപോലെ രഹസ്യമായി ഒരു വണ്ടി കൊണ്ട് എവിടോ ഇട്ട് വേറൊരു വണ്ടിയിൽ കയറി തലയിൽ മുണ്ടിട്ട് പോയി കണ്ടവരല്ല ഇവരൊന്നും. ഇവരൊക്കെ പരസ്യമായി ഞാൻ പറഞ്ഞത് ഇപ്പൊ ADGP MR അജിത് അദ്ദേഹത്തിന് സ്വകാര്യ ആവശ്യമോ പ്രൊഫഷണൽ ആവശ്യമോ എന്താവശ്യമാണെങ്കിലും അദ്ദേഹത്തിന്റെ വണ്ടിയിൽ പോട്ടെന്നേ. ഇതെന്തിനാണ് രഹസ്യമായി പോകുന്നത്? എന്തിനാണ് ഉത്തരമേഖല ഇവിടെ എന്താണ് ഇപ്പോൾ ഉത്തരമേഖല പ്രാന്തപ്രചാരക ആയിട്ടുള്ള PN ഇല്ല എന്ന് നിഷേധിക്കുന്നത് എന്തിനാണ് കെ സുരേന്ദ്രൻ ഇല്ല എന്ന് നിഷേധിക്കുന്നത്? നിങ്ങൾ ഒളിപ്പിച്ചൊക്കെ നോക്കുന്നത് എന്തിനാണ് ഈ കാര്യങ്ങൾ? അങ്ങനെയല്ല അശ്മി. അതായത് RSSന്റെ ഒരു ശൈലി നിങ്ങൾക്ക് മനസ്സിലാവാത്തതുകൊണ്ടോ നിങ്ങളത് പഠിക്കാത്തതുകൊണ്ടാണ്. ഒന്ന്, RSSന്റെ ഒരു കാര്യാലയത്തിലേക്കോ അതല്ലെങ്കിൽ അതിൻ്റെ ക്യാമ്പ് നടക്കുന്ന ഒരു പരിസരത്തേക്കോ ആർക്കും കടന്നു വരാം. അവിടെ വരുന്ന ആളുകളെ RSS കൈനീട്ടി സ്വീകരിക്കും. അവർ ഏത് മാർഗത്തിലാണ് വന്നത്, അവർ തീവണ്ടിയിലാണോ വന്നത്, അവർ എയർക്രാഫ്റ്റിലാണോ വന്നത്, അതോ അവർ നടന്നിട്ടാണോ സൈക്കിളിലാണോ എന്നൊന്നും ഞങ്ങൾ പരിശോധിക്കാറില്ല, RSS പരിശോധിക്കാറില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം ഇപ്പം പ്രണബ് മുഖർജി അദ്ദേഹം വരുന്ന സമയത്ത് വലിയ മീഡിയ അറ്റൻഷൻ കിട്ടുന്നു. അദ്ദേഹം സ്വാഭാവികമായിട്ടും അത് നിങ്ങളൊക്കെ വാർത്തയാക്കുന്നു. നിരവധി ആളുകൾ വന്നിട്ടുണ്ട്. സന്ദീപ്, ഞാനൊന്ന് ഇടപെട്ട് നമ്മൾ ഈ വിഷയത്തിലേക്ക് തന്നെ തിരികെ വന്നപ്പോ RSSന്റെ ക്യാമ്പിലോ RSSന്റെ കാര്യാലയത്തിലോ ആരെങ്കിലും വരുന്നു എന്നതല്ല പ്രശ്നം. ഇവിടെ നോക്കൂ, ഇവിടെ എന്താണ് ഇപ്പോഴത്തെ വിവാദത്തിന് ആധാരം? തൃശ്ശൂരിൽ ഈ കൂടിക്കാഴ്ച അല്ലെങ്കിൽ നടക്കുന്ന ഘട്ടം, അത് കഴിഞ്ഞ് പൂരം കലക്കുന്നതിൻ്റെ ഗൂഢാലോചന നടന്ന കേന്ദ്രം കൂടിക്കാഴ്ച എന്നതാണ് വലിയ വിമർശനം. ഇപ്പോൾ LDF അല്ലെങ്കിൽ ഇപ്പോൾ PV അൻവർ ആരോപണം ഉന്നയിക്കുന്നു, സുനിൽകുമാർ അത് ഏറ്റുപിടിക്കുന്നു, പ്രതിപക്ഷ നേതാവ് അത് ആവർത്തിച്ചു പറയുന്നു. അപ്പോൾ വളരെ ഗുരുതരമാണ്. ഇപ്പോൾ ഇവിടെ തൃശ്ശൂർ പൂരം കലക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തിയതിൽ RSSന്റെ ജനറൽ സെക്രട്ടറി ഉണ്ടായിരുന്നു എന്ന ആരോപണം ഉയരുമ്പോഴെങ്കിലും അതിലൊരു വ്യക്തത വരുത്താൻ ആ സംഘടനയ്ക്ക് ബാധ്യതയില്ല. ഇപ്പോൾ V മുരളീധരൻ അത് വേറൊരു തരത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അതിലൊരു വ്യക്തത വരുത്തണമെന്ന് നിങ്ങൾ ഈ സംഘടനയോട് ആവശ്യപ്പെടാത്ത? അങ്ങനെ ആവശ്യപ്പെടുന്നതിന് തെറ്റൊന്നുമില്ലല്ലോ. അല്ല, എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്തത് നിങ്ങൾ RSSനെ പഠിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ്. RSS ഒരു വലിയ സംഘടന, ഞാൻ നേരത്തെ അതുകൊണ്ടാണ് അതിന്റെ വലിപ്പം സൂചിപ്പിച്ചത്. അത്തരമൊരു സംഘടനയുടെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാരവാഹി, ആ ഭാരവാഹി ഉൾപ്പെട്ട ഒരു കാര്യത്തിൽ ഇവിടെ ഏതെങ്കിലും ഒരു അൻവർ എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു MLA ഒരു ആക്ഷേപം ഉന്നയിച്ചാൽ അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ നേതാവ് ആക്ഷേപം ഉന്നയിച്ചാൽ അതിനൊക്കെ ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്ന പരിപാടി RSS ഏതെങ്കിലും കാലത്ത് സ്വീകരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇത് അടിസ്ഥാനരഹിതമാണ്, ഈ വിവരം അടിസ്ഥാനരഹിതമാണെന്ന് പ്രതികരിച്ചു. കൂടിക്കാഴ്ച നടന്നിട്ടില്ല എന്ന് പറഞ്ഞു. എന്തിനാണ് നുണ പറഞ്ഞത്? രണ്ട് പ്രാന്തങ്ങളിൽ ഒരു പ്രാന്തത്തിന്റെ തലവൻ പറഞ്ഞു അങ്ങനെ ഒരു കൂടിക്കാഴ്ചയെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. എന്തിനാണ് അങ്ങനെ കള്ളം പറയുന്നത്? അല്ല, RSSന്റെ നിലപാട് RSSന്റെ പ്രാന്തീയ അധികാരികൾ പറഞ്ഞിട്ടുണ്ടാകും. ഞാനത് പറയേണ്ട ആളല്ല, ഞാൻ BJPയുടെ വക്താവായിട്ട് വരുന്നയാളാണ്. താങ്കൾ RSS സംസാരിക്കില്ല, അതൊരു വലിയ സംഘടനയാണ്. ഏതോ MLA പറഞ്ഞാൽ പ്രതികരിക്കേണ്ടവരല്ല RSS എന്നൊക്കെ ഗ്ലോറിഫൈ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ചർച്ച ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞത് കേരളത്തിലെ RSSന് ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് PN ഈശ്വരൻ. അല്ല, ഞാൻ പറഞ്ഞോട്ടെ, ഈ വിഷയത്തിൽ അശ്മി ഒരു സെക്കൻഡ് കേൾക്കണം. ഇപ്പോൾ ഇതുപോലെ ഒരാൾ വരുന്നു, ഈ വിഷയത്തിൽ നിങ്ങൾ പറയുന്നതിനപ്പുറം അത്തരമൊരു ചർച്ച നടന്നുവെന്ന് ഈ പറയുന്ന ആരോപണ വിധേയനായിട്ടുള്ള വ്യക്തിയോ അതല്ലെങ്കിൽ അതുപോലെ അതിൽ മറ്റൊരു ഭാഗത്തുള്ള RSSന്റെ ആളുകളോ സ്ഥിരീകരിച്ചിട്ടില്ല. നിങ്ങൾ പറയുന്നതിനപ്പുറം ഒരു സ്ഥിരീകരണം നമുക്കും ഇല്ല. അല്ല, സർക്കാരിലേക്ക് ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ട്, ADGP മുഖ്യമന്ത്രി ഓഫീസിനെ അറിയിച്ചിട്ടുണ്ട്, ഇത്തരം ഒരു ചർച്ച നടന്നു, കൂടിക്കാഴ്ച നടന്നു അറിയിച്ചിട്ടുണ്ടല്ലോ. ADGP അറിയിച്ചു, അദ്ദേഹത്തെ കൊണ്ടുപോയ ആൾ പറഞ്ഞു എന്റെ സഹപാഠിയാണ് എന്ന് പറഞ്ഞു. അത് സ്ഥിരീകരണമൊക്കെ വന്ന കാര്യം ഇത് മുഖ്യമന്ത്രി ഓഫീസിനെ അറിയിച്ചത് അല്ല, അദ്ദേഹത്തിന്റെ സഹപാഠി പറഞ്ഞു എന്റെ കൂടെ പഠിച്ച ആളാണ് എന്ന് പറഞ്ഞതല്ല. അതൊക്കെ നമ്മൾ പറയുന്ന ഇതാണോ? അല്ല, ഒന്നും അല്ല, ഔദ്യോഗികമായ വിവരമാണ്. അല്ല അശ്മി, ഇതുമായി ബന്ധപ്പെട്ട് പല ആളുകളും ഇത്തരം കാര്യാലയങ്ങളിലും ക്യാമ്പുകളിലും ഒക്കെ വന്നു പോകുന്നവരുണ്ട്. നിങ്ങൾ ഈ പറയുന്ന ADGPയുടെക്കാളൊക്കെ ഉയർന്ന പദവിയിൽ ഇരിക്കുന്ന ആളുകൾ വരാറുണ്ടെന്നേ. ഇതിപ്പോ വിവാദമായെന്നല്ലേ ഉള്ളൂ. RSSന്റെ രാജ്യത്തെ എമ്പാടുമുള്ള കാര്യാലയങ്ങളിൽ ഇതിലൊക്കെ ഉയർന്ന പദവിയിലിരിക്കുന്ന എത്രയോ ആളുകൾ വരുന്നതാണ്.
ഇതൊക്കെ വലിയ വിവാദമാക്കേണ്ട ഏതെങ്കിലും വിഷയം അതിലുണ്ട് എന്ന് ഞാൻ അവരൊന്നും വന്നപ്പോഴത് അത്തരത്തിൽ തൃശ്ശൂർ പൂരം RSS കലക്കാനാണ് സംഘടന അവർ ഇത്തരം വന്നത്, ചെറിയ കൂടിക്കാഴ്ച കാര്യത്തിൽ നടത്തിയത്, അഭിപ്രായം പറയേണ്ട ചർച്ച കാര്യമില്ല. നടത്തിയെന്നൊരു ഇതൊക്കെ ആരോപണം ഇവർ ആർ എസ് തമ്മിൽ എസിന് മേൽ രാഷ്ട്രീയമായിട്ട് ഉണ്ടായിരുന്നില്ല. തീർത്തോട്ടെ. ഇതിപ്പോൾ ആർ എസ് എസിന് മേലും അങ്ങനെ ഒരു ആരോപണം വരികയാണ്. ഇത് തൃശ്ശൂരിൽ പൂരം കലക്കുക, BJP ജയിക്കാൻ അവസരം ഒരുക്കുക, അതിന്റെ ഗൂഢാലോചന എന്നൊരു ആരോപണം ആർ എസ് എസിന് മേലെ ഉണ്ട്. അല്ല, അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ തിരുത്താം, അല്ലെങ്കിൽ അതിലൊരു വ്യക്തത വരുത്താം. അല്ലെങ്കിൽ ഈ ദാവൂദ് ഇബ്രാഹിം ഫോർമാറ്റിൽ അധോലോക പ്രവർത്തനം നടത്തുന്ന ഒരു അധികാരപക്ഷ എം.എൽ.എ ആരോപിക്കുന്ന ഒരാൾ RSS ഈ ദത്താത്രേയ ഗോസ്വാമിയെ പോയി കണ്ട് 1 മണിക്കൂർ സംസാരിക്കേണ്ടത് എന്താണ്? അല്ല ഹാഷ്മി, ഞാനൊന്ന് പറയട്ടെ. ഇവിടെ നേരത്തെ നിങ്ങളുടെ വിജയകുമാർ ചോദിച്ച കാര്യം തൃശ്ശൂർ പൂരം കലക്കുന്നു എന്ന ആക്ഷേപമാണല്ലോ. ഈ തൃശ്ശൂർ പൂരം ഈ പറയുന്ന കൂടിക്കാഴ്ചയാണെന്ന് എനിക്ക് തോന്നുന്നു 2023 മറ്റു നടന്നു എന്നാണ് നിങ്ങൾ പറയുന്നത്. എനിക്കറിയില്ല, ഡേറ്റ് ഒന്നും എനിക്കറിയില്ല. പക്ഷേ പൂരത്തിന്റെ വിഷയം 2024 ഈ പൂരം മാത്രമാണോ കലക്കാൻ ശ്രമിച്ചിട്ടുള്ളത്? കഴിഞ്ഞ 5, 6, 7 വർഷമല്ല, അത് അധികമായിട്ട് തൃശ്ശൂർ പൂരം കലക്കാൻ ഏത് വർഷമാണ് സർക്കാരോ അല്ലെങ്കിൽ തൃശ്ശൂർ പൂരം കലക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചുള്ള ചില ചിത്രശക്തികളോ ശ്രമിക്കാതിരുന്നിട്ടുള്ളത്? എല്ലാ വർഷങ്ങളിലും തൃശ്ശൂർ പൂരം കലക്കാൻ വേണ്ടി ശ്രമം നടന്നിട്ടില്ലേ? കോവിഡ് കാലത്ത് പൂരം നടക്കാത്ത സാഹചര്യത്തിൽ ആ സമയത്ത് പോലും തൃശ്ശൂരിൽ ആചാരപരമായിട്ട് പോലും കാര്യം നടക്കാതിരിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ലേ? ഇനി ഈ പൂരം കലക്കിയതിന്റെ ഉത്തരവാദിത്തം ഞങ്ങളെ തലയിലേക്ക് ഇടുന്നത് മുഴുവൻ ജനങ്ങളും ഹാഷ്മി അടക്കം ദൃക്സാക്ഷിയല്ലേ അവിടെ ഉണ്ടായ സംഭവങ്ങൾക്ക്. അവിടെ ഈ പൂരം കലക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരോട് സല്ലപിച്ച് നിന്നിരുന്നവരാരാണ്? ഇപ്പൊ ആക്ഷേപം ഉന്നയിക്കുന്ന ആളുകളല്ലേ? സുനിൽകുമാർ അടക്കമുള്ളവരല്ലേ? അവിടെ തൃശ്ശൂരിന്റെ ചാർജ് ഉണ്ടായിരുന്ന മന്ത്രി ആരാണ്? ഒല്ലൂരിലെ രാജനല്ലേ? രാജൻ മിനിസ്റ്റർ ഇതേ പറയുന്ന SP-യുമായിട്ടും ഇതേ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ടും അവിടെ സല്ലപിച്ച് സന്തോഷിച്ച് നിൽക്കുകയായിരുന്നില്ലേ? എന്തേ ഇടപെടാതിരുന്നത്? അപ്പൊ അവർക്ക് ഇടപെടാൻ സാധിക്കാതെ വരികയും അവർക്കത് നിയന്ത്രിക്കാൻ സാധിക്കാതെ വരികയും അവർ പോലീസ് ഉദ്യോഗസ്ഥരുമായി ചേർന്ന് നിൽക്കുകയും ചെയ്ത് അവിടുത്തെ പൂരപ്രേമികളെ ഉപദ്രവിക്കാൻ വേണ്ടി ഇവർ കൂട്ടുനിന്നു. ഇനി ആരെങ്കിലും സുനിൽകുമാറിനെ ഉപദ്രവിക്കാൻ വേണ്ടി കാര്യം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് രാജനായിരിക്കും. കാരണം രാജനായിരുന്നു ചാർജ് ഉണ്ടായിരുന്നത്, തൃശ്ശൂരിലെ ചാർജ് ഉണ്ടായിരുന്നത്. അവിടെ പോലീസിനെ നിയന്ത്രിക്കേണ്ട ഉത്തരവാദിത്തം ഉണ്ടായിരുന്നത് രാജൻ മിനിസ്റ്റർ അവിടെ ഉണ്ടെന്നേ. പോലീസ് ഉദ്യോഗസ്ഥർ പോട്ടെ, അവിടെ മിനിസ്റ്റർ ഉണ്ടല്ലോ, എന്തേ ഉത്തരവ് കൊടുക്കായിരുന്നത്? ശരി, ഒരു കാര്യം ചോദിച്ചോട്ടെ. അതായത് ഇത്തവണത്തെ തൃശ്ശൂർ പൂരം അലങ്കോലപ്പെട്ടത് എങ്ങനെയാണ് വാർത്തയിലാകുന്നത്? അതൊരു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ നടന്ന സംഭവം എന്ന നിലയിലാണ്. ഇനി എന്താണ് ആക്ഷേപം എന്നല്ല, ഒരൊറ്റ നിമിഷം താങ്കൾ പറഞ്ഞോളൂ, ഞാൻ സമയം തരാം. എന്താണ് ആക്ഷേപം എന്ന് കൂടി പറയാം. താങ്കൾ പറഞ്ഞു കഴിഞ്ഞ വർഷമാണല്ലോ കൂടിക്കാഴ്ച, ഈ വർഷത്തെ പൂരം കലക്കലുമായി എന്താണ് ബന്ധമെന്ന്. എന്തായിരുന്നു ADGPയുടെ RSS നേതാക്കളുമായുള്ള 10 ദിവസത്തെ ഇടവേളയിൽ 2 RSS നേതാക്കളെ കണ്ടതിൽ അദ്ദേഹത്തിന്റെ ദൗത്യം എന്തായിരുന്നു? ആ സന്ദർശനത്തിന്റെ സ്വഭാവം എന്തായിരുന്നു? ആർക്ക് വേണ്ടിയാണ് ADGP കണ്ടത്? അദ്ദേഹത്തിന്റെ സ്വന്തം ആവശ്യത്തിനാണോ, അദ്ദേഹത്തിന്റെ സ്വകാര്യ ആവശ്യങ്ങൾക്കാണോ, അതോ അദ്ദേഹം ഒരു രാഷ്ട്രീയ ദൂതനായിട്ടാണോ അവിടെ എത്തിയതെന്ന് കേരളം ചർച്ച ചെയ്യുമ്പോൾ കളങ്കപ്പെട്ട് നിൽക്കുന്ന, ആരോപണം കൊണ്ട് കളങ്കപ്പെട്ട് നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ BJPയും ഉണ്ട്. കാരണം ആ കൂടിക്കാഴ്ചയിൽ ഒരു ഒത്തുതീർപ്പുണ്ടായെന്നും ഒരു ഡീൽ ഉണ്ടായിട്ടുണ്ടെന്നും ആ ഡീൽ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ വരുന്ന കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ കേസുകൾ ഒതുക്കി തീർക്കാനുള്ള ഒരു ധാരണയും പകരം സീറ്റ് നൽകാമെന്ന ഒരു ഉപകാരം ചെയ്തു തരാമെന്ന ഒരു മറുധാരണയും ഉണ്ടായെന്നും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പൂരം കലക്കാനുള്ള ഇടപെടൽ ഉണ്ടായതെന്നും അങ്ങനെ സുരേഷ് ഗോപി ജയിച്ചു എന്നുമുള്ള ആരോപണത്തിൽ കളങ്കപ്പെട്ട് നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ BJPയും ഉണ്ട്. അപ്പോൾ RSS നേതാക്കൾക്ക് ഈ കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ കഴിയുമെങ്കിൽ അതായിക്കോട്ടെ എന്നല്ലേ മുരളീധരന്റെ പ്രസ്താവനയുടെ പൊരുൾ? അതുകൊണ്ടല്ലേ അദ്ദേഹം പറഞ്ഞത് RSS ഉചിതമായ സമയത്ത് അത് വിശദീകരിക്കുമെന്ന്. ഇനി EP ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറെ കണ്ട സമയത്തും EP പറഞ്ഞു ചായ കുടിക്കാൻ വേണ്ടി കയറിയതാണെന്ന്. മറുഭാഗത്ത് വിശദീകരണം ഉണ്ടായില്ല. അപ്പോൾ എല്ലാ സമയവും വെട്ടിലാകുന്നത് ഒരു ഭാഗം, മറുഭാഗത്തുനിന്ന് വ്യക്തതയില്ല. ആ പ്രതിസന്ധിയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ട ഒരു ഉത്തരവാദിത്വം ഞങ്ങളുടെ തലയിലില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്താ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അവിടെ പൂരത്തിന്റെ ഉത്തരവാദിത്തം ഉണ്ടായിരുന്ന പോലീസിന്റെ മുകളിൽ ഒരാളുണ്ടായിരുന്നു. അത് രാജമന്ത്രിയായിരുന്നു, CPIയുടെ മന്ത്രി. ആ രാജമന്ത്രിക്ക് സുനിൽകുമാറിനോട് വൈരാഗ്യം ഉണ്ടായിരിക്കാം, സുനിൽകുമാറിനെ തോൽപ്പിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കാം. അത് CPIക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നമാണ്. മറ്റൊന്ന്, അവിടെ ആരാ ഉണ്ടായിരുന്നത്? അവിടെ ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രവർത്തനങ്ങളുടെയൊക്കെ മുകളിൽ ഉണ്ടായിരുന്ന ആളുകളുണ്ട്. അവരെ ഒന്നും നിങ്ങൾ സംശയത്തിന്, ഇവിടെ തൃശ്ശൂരിലെ MLA ഈ പൂരത്തിന്റെ സമയത്ത് ചെയ്ത പരിപാടി എന്താ? ശ്രീരാമനെ അവഹേളിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. CPIയുടെ MLA അല്ലേ? എന്താ ഉണ്ടായത്? അപ്പൊ എങ്ങനെയാ തൃശ്ശൂരിൽ വോട്ട് കുറഞ്ഞത്? CPI അതൊക്കെ അല്ലേ പരിശോധിക്കേണ്ടത്, അല്ലാതെ തോറ്റു കഴിഞ്ഞ് അതിന്റെ ജാഗ്രത മറയ്ക്കാൻ വേണ്ടി BJPക്ക് വേണ്ടിയാണ് മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയിട്ടില്ല എന്നൊക്കെ പറയുന്നു.
ശരി ശരി പക്ഷെ അതിൽ ചോദ്യങ്ങൾ ബാക്കിയാണ് സന്ദീപ്, അതിലെ ചോദ്യങ്ങൾ ബാക്കിയാണ്. എങ്ങനെയാണ് 2-3 നിര ബാരിക്കേഡ് വെച്ച് കെട്ടി തിരിച്ചെടുത്ത് സംഘാടകർക്ക് പോലും കടക്കാൻ അനുമതി ഇല്ലാതിരുന്ന ഈ റോഡുകൾ, ഷൊർണൂർ റോഡടക്കം MG റോഡടക്കം ഒരൊറ്റ കുഞ്ഞിനെ പോലും കയറ്റി വിടാതിരുന്ന സ്ഥലത്ത് ബി ഗോപാലകൃഷ്ണൻ, വത്സൻ തില്ലങ്കേരിയും ഈ പറയുന്ന ബാരിക്കേഡ് വകഞ്ഞു മാറ്റി വന്നത് എങ്ങനെയാണ്? അതിൽ കൂടി സേവാഭാരത് ആംബുലൻസിൽ BJP സ്ഥാനാർത്ഥി വന്നത് എങ്ങനെയാണ്? അങ്കിത് അശോകനെ മാറ്റാത്തതിൽ നിങ്ങൾക്ക് പരാതിയില്ലാത്ത എന്തുകൊണ്ടാണ്? അങ്കിത് അശോകൻ അപ്പോൾ തന്നെ പുതിയ നിയമനം കൊടുത്തതിൽ നിങ്ങൾക്ക് പരാതിയില്ലാത്ത എന്തുകൊണ്ടാണ്? എവിടെയാണ് അന്വേഷണ റിപ്പോർട്ട് നിങ്ങൾ ആവശ്യപ്പെടാത്തത് എന്തുകൊണ്ടാണ്? തുടങ്ങി ചോദ്യങ്ങൾ അവിടെ ഉണ്ട്. നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് നമുക്ക് തൽക്കാലം അതൊന്ന് വിടാം. ഞാൻ എത്താം സന്ദീപ്. അഡ്വക്കേറ്റ് ബി എൻ അസ്കർ ഇവിടെ LDF യോഗം ചേരുകയായിരുന്നു. LDF യോഗത്തിൽ മുഖ്യമന്ത്രി പറയുന്നു DGP അന്വേഷിക്കുന്നുണ്ടല്ലോ, അന്വേഷണം കഴിയട്ടെ, നമുക്ക് അപ്പോൾ ആലോചിക്കാം. അത് കേട്ട് LDF മൊത്തം തൃപ്തമാകുന്നു. അത് കേട്ട് LDF കൺവീനർ പറയുന്നു ഇത് LDFന്റെ പൊതുധാരണയാണ്. ശ്രീ അസ്കർ, ഒരു ADGP RSS മേധാവി ദത്താത്രേയ ഹോസ്താബിലെ പോയി കാണുന്നത് ക്രിമിനൽ കുറ്റമല്ല, DGP അന്വേഷണം കണ്ടെത്തേണ്ടതല്ല. ആ പ്രശ്നം രാഷ്ട്രീയ പ്രശ്നമാണ്. എന്താണ് രാഷ്ട്രീയം? എല്ലാ കാലവും വർഗീയപരമായി ചിന്തിക്കുന്ന അല്ലെങ്കിൽ വർഗീയമായി രാജ്യത്തെ ഭിന്നിപ്പിക്കുന്ന CPM നിലപാടെടുത്ത RSSുമായി സമരസപ്പെടേണ്ടതുണ്ടോ എന്നതാണ് രാഷ്ട്രീയം. ആ രാഷ്ട്രീയ ചോദ്യത്തിന് മുന്നിൽ DGP അന്വേഷിക്കട്ടെ എന്ന് പറയുന്നതാണോ? നിങ്ങൾ ആരെയാണ് പറ്റിക്കുന്നത് അസ്കർ? ഹാഷ്മി, ഇതൊരു രാഷ്ട്രീയ പ്രശ്നം തന്നെയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത്, വിശിഷ്യ കേരളം പോലൊരു സംസ്ഥാനത്ത്, ഇടതു ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ ചിന്താധാരയ്ക്ക് അപ്പുറം മറികടന്നുകൊണ്ട് അതിലെ മുഖ്യ പോലീസ് ഉദ്യോഗസ്ഥൻ, കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, RSSന്റെ നേതാക്കന്മാരായ ശ്രീ ദത്താത്രേയ ഹൊസബല്ലയും അതുപോലെ ശ്രീ റാം മാധവനെയും സ്വകാര്യ സന്ദർശനം നടത്തി എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രശ്നം തന്നെയാണ്. അതിൽ DGPയുടെ അന്വേഷണത്തിനപ്പുറം ഇടതു ജനാധിപത്യ മുന്നണി ഇപ്പോൾ ഒരു കൺസെൻസസിലെത്തിയിട്ടുണ്ട്. ആ കൺസെൻസസ് എന്ന് പറയുന്നത് സ്വാഭാവികമായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ളിലെ മര്യാദ വെച്ചുകൊണ്ട് ഘടകകക്ഷികൾ ഉന്നയിച്ചിട്ടുള്ള എല്ലാ വിഷയങ്ങളെയും പരിഗണിച്ചുകൊണ്ടാണ് DGPയുടെ അന്വേഷണത്തിന് വരെ കാത്തിരിക്കൂ, ഈ വിഷയം കൂടി DGP അന്വേഷിക്കുന്നു. ശ്രീ PV കൺസെൻസസ് ഇല്ല കേട്ടോ ശ്രീ ബി എൻ അസ്കർ, കൺസെൻസസ് ഇല്ല. അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് RJD നേതാവ് വർഗീസ് ജോർജ് പുറത്തിറങ്ങി പറഞ്ഞത് LDFന് ഒരു ഡിസിപ്ലിൻ ഉണ്ട്, അതേസമയം ഞങ്ങൾക്ക് ഞങ്ങളുടെ നിലപാടുമുണ്ടെന്ന് അദ്ദേഹം പറയേണ്ടി വന്നത് ആ കൺസെൻസസ് ഇല്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അല്ല, ജനാധിപത്യത്തിൽ എപ്പോഴും വിമത ശബ്ദങ്ങൾ എപ്പോഴും കേൾക്കാറുണ്ടല്ലോ. സ്വാഭാവികമായും ഒരു കൺസെൻസസ് ഇടതു ജനാധിപത്യ മുന്നണി എത്തി എന്നുള്ളതാണ് ആ യോഗത്തിന് ശേഷം അതിന്റെ കൺവീനർ പറഞ്ഞിട്ടുള്ളതാണ് ഇടതു ജനാധിപത്യ മുന്നണിയുടെ അവസാന വാക്ക്. അതിനുശേഷം ആ ഘടകകക്ഷികളിൽ ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ യോഗത്തിന് ശേഷം പിന്നീട് അത് പറയുക എന്ന് പറയുന്നത് രാഷ്ട്രീയ മര്യാദയല്ല. ശ്രീ വർഗീസ് ജോർജ് അടക്കമുള്ള ആളുകൾ അത് പറഞ്ഞു വെച്ചിരിക്കുന്നു എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടുള്ള അഭിപ്രായം കമ്മിറ്റിക്കുള്ളിലും പറഞ്ഞിട്ടുണ്ടാവും, അതിനുശേഷം പുറത്തും പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇതേ അഭിപ്രായം രാഷ്ട്രീയ മര്യാദയില്ലായ്മയെ പറ്റി അസ്കർ സംസാരിക്കുകയാണ്. നിരവധി പേർ രാഷ്ട്രീയ മര്യാദയില്ലായ്മ അസ്കർ സംസാരിക്കുകയാണ്. ഇവിടെ 17 മാസങ്ങൾക്ക് മുൻപ് ഈ പറയുന്ന ADGP, സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ഞാനും അങ്ങയും ഒക്കെ നമ്മുടെ സുരക്ഷ നോക്കണേ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുന്ന ക്രമസമാധാന ചുമതല ADGP ദത്താത്രേയ ഹോസാബലെ എന്ന് പറയുന്ന RSSന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മേധാവിമാരിൽ ഒരാളെ പോയി കാണുന്നു, 1 മണിക്കൂറോളം സംസാരിക്കുന്നു. 10 ദിവസം ഇടവേളയിൽ റാംമാധവനെ പോയി കാണുന്നു, പിന്നെയും റാംമാധവനെ പോയി കാണുന്നു. ഇക്കാര്യം മുഖ്യമന്ത്രി അറിയുന്നു, ഒരു നടപടി ഒന്നും ഉണ്ടാകുന്നില്ല. ലാസ്റ്റ് പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ മാത്രം കേരളം അറിയുന്നു. അതിനുശേഷം മുഖ്യമന്ത്രിയും LDFും CPM ബബ്ബ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. താങ്കളുടെ ഇവിടെ വന്നിരുന്ന് RJDയുടെ രാഷ്ട്രീയ മര്യാദ ഇല്ലായ്മയെ കുറിച്ച് പറയുകയാണോ? ഹാഷ്മി, ഇതിൽ കാണേണ്ടത് ഈ കോൺഗ്രസിനോ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവിനോ ഇക്കാര്യത്തിൽ ഒരു ആരോപണമോ ആക്ഷേപമോ ഉന്നയിക്കാനുള്ള യാതൊരു ധാർമ്മികതയും ഇല്ല എന്നുള്ളതാണ്. നമുക്കറിയാലോ, കേരളത്തെ തലശ്ശേരിയുടെ കലാപത്തിന്റെ നാളുകളിൽ CPM പ്രവർത്തകർ ന്യൂനപക്ഷ സമുദായങ്ങളുടെ വീടും സ്വത്തും സംരക്ഷിക്കുന്നതിന്, ജീവനും സ്വത്തും സംരക്ഷിക്കുന്നതിന് കാര്യാലയങ്ങൾക്ക് സംരക്ഷണം ചർച്ച ചെയ്തു. കോൺഗ്രസ്സുകാർ BJPയിലേക്ക് പോകുന്നതിന് ചർച്ച ചെയ്തു. അവിടെ എന്താണ് ഷായ്ക്കാവുന്ന KPC അധ്യക്ഷൻ പറഞ്ഞതിന് ചർച്ച ചെയ്തു. സർ, ഈ സമയത്ത് ഇടതു സർക്കാരിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP RSS മേധാവിമാരെ നിരന്തരം പോയി കണ്ടതിൽ എന്തുകൊണ്ട് നടപടിയില്ല എന്നുള്ളതിന് ചരിത്ര പുസ്തകം തുറക്കലാണോ? അങ്ങനെയല്ല ഹാഷ്മി ഇതിനെ കാണേണ്ടത്. ഇത് പറയേണ്ട ആളുകൾ അതിന്റെ ധാർമ്മികതയോടെ, ഗുരുജി ഗോൾവാൾക്കറുടെ ജന്മശതാബ്ദി ആഘോഷത്തിന് തിരിതെളിച്ച മനുഷ്യൻ RSSന് എതിരെ പറയുകയും RSS നേതാക്കന്മാരെ കണ്ടു എന്നൊരു സർക്കാർ ഉദ്യോഗസ്ഥൻ കണ്ടു എന്നുള്ളതിന് ഇടതു ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിനെയും മുഖ്യമന്ത്രിയെയും ആക്ഷേപം ഉന്നയിക്കുന്നുള്ള എന്ത് ധാർമ്മികത എന്നുള്ളതാണ് സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദനോടെങ്കിലും വിശദീകരിക്കണ്ടേ എന്തിനാണ് ഈ കൂടിക്കാഴ്ച എന്തായിരുന്നു, ആർക്ക് വേണ്ടിയാണ്, എന്താണ് അവർക്കിടയിൽ നടന്ന സംഭാഷണമെന്ന്
ഇടതുമുന്നണിയുടെ പോലീസ് നയം പരിപാലിക്കാൻ നിയോഗിക്കപ്പെട്ട ഒരു ഉദ്യോഗസ്ഥന്റെ RSS കൂടിക്കാഴ്ച സംബന്ധിച്ച് മുഖ്യമന്ത്രി ഏറ്റവും ചുരുങ്ങിയത് സംസ്ഥാനത്തെ CPM-ന്റെ പാർട്ടി സെക്രട്ടറിയോടെങ്കിലും വിശദീകരിക്കണ്ടേ? അതുകൊണ്ടല്ലേ ഗത്യന്തരമില്ലാതെയല്ലേ MV ഗോവിന്ദൻ പറഞ്ഞത് ഞാൻ പിന്നെ തൃപ്തനായിട്ടാണോ ഇരിക്കുന്നത് എന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം അതൃപ്തി പ്രകടിപ്പിച്ചത്? ഗത്യന്തരമില്ലാഞ്ഞിട്ടല്ലേ? RJD മാത്രമല്ല, CPI നേതാവ് ബിനോയ് വിശ്വം പറഞ്ഞു ADGP-യെ മാറ്റണം. എന്തായിരുന്നു ആ കൂടിക്കാഴ്ച എന്ന കാര്യം പറയണമെന്നും അവരുടെ യുവജന സംഘടനയായ AYF ആവശ്യപ്പെട്ടിരിക്കുകയാണ് ADGP-യെ മാറ്റണമെന്ന്. ദേശീയ നേതൃത്വം D രാജ ആവശ്യപ്പെട്ടിരിക്കുന്നു ഇതിലൊരു തീരുമാനം വേണം. NCP PC ചാക്കോ പറഞ്ഞിരിക്കുന്നു ഇതൊരു ഗുരുതരമാണ് ഈ പ്രശ്നം, ഈ കൂടിക്കാഴ്ച എന്നത്. അപ്പോൾ NCP-യും RJD-യും CPI-യും ഒക്കെ ഒരേ സ്വരത്തിൽ ADGP-യെ മാറ്റണമെന്ന് പറയുമ്പോൾ എന്ത് മുന്നണി മര്യാദയാണ് ഇടതുമുന്നണി യോഗത്തിൽ ഇന്ന് പാലിക്കപ്പെട്ടിട്ടുള്ളത്? അപ്പോൾ പിണറായി വിജയൻ കാര്യങ്ങൾ പറയും, അതനുസരിച്ച് ബാക്കി എല്ലാവരും നിൽക്കണം എന്നതിനപ്പുറത്ത് എന്ത് മുന്നണി മര്യാദയാണ് ഇന്നത്തെ ഇടതുമുന്നണി യോഗത്തിലുണ്ടായതും? കൺവീനർ TP രാമകൃഷ്ണൻ പറയുകയാണ് കണ്ടതല്ല പ്രശ്നം, ADGP RSS നേതാക്കളെ എന്തിനു കണ്ടു എന്നതാണ്. അതാണോ ഇടതുമുന്നണിയുടെ രാഷ്ട്രീയ സമീപനം ഈ വിഷയത്തിൽ? താങ്കൾക്ക് ബോധ്യമുണ്ടോ അങ്ങനെയാണെന്ന്? ഗോപികൃഷ്ണൻ, ഇതിൽ കാണേണ്ടത് RSSന്റെ പ്രത്യയശാസ്ത്ര അടിത്തറ എന്ന് പറയുന്നത് ബഞ്ച് ഓഫ് തോട്ട്സ് അഥവാ വിചാരധാരയാണ്. അതിൽ ആഭ്യന്തര ശത്രുക്കളായി പ്രഖ്യാപിച്ചിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റുകളെയും ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയാണ്. സ്വാഭാവികമായും കമ്മ്യൂണിസ്റ്റുകൾ നിരന്തരം RSSന്റെ രാഷ്ട്രീയ ധാർമ്മികതയ്ക്കെതിരെ പൊരുതുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അപ്പോൾ സ്വാഭാവികമായും RSS നേതാക്കന്മാരെ കാണുക എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ കാലത്ത് അതിന്റെ രാഷ്ട്രീയ അധികാരവും പോലീസ് അധികാരവും കൈയാളുന്ന ഒരു ഏമാൻ ചെയ്യാൻ പാടില്ല. അത് CPI-യും അത്തരത്തിൽ അതൃപ്തി ഉണ്ട് എന്നു തന്നെയാണ് അതിലെ സാധാരണ പ്രവർത്തകരുടെ ഹൃദയം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവാനാവുക. അതിനപ്പുറം ഇതിലിപ്പോ ഒരു സാങ്കേതികമായി ഇക്കാര്യത്തിലൊരു അന്വേഷണം നടക്കുന്നുണ്ട്. ആ അന്വേഷണത്തിന്റെ ഘട്ടം കഴിയാതെ നമുക്കൊരു വിചിന്തനത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് അപ്രാപ്യമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഇടതു ജനാധിപത്യ മുന്നണി ഇന്ന് കൂടിയതിനു ശേഷം അതിന്റെ കൺവീനർ TP രാമകൃഷ്ണൻ ഇക്കാര്യത്തെ സംബന്ധിച്ച് വളരെ കൃത്യമായി നിങ്ങളോട് സംവദിക്കുകയും എന്താണ് ഇടതുപക്ഷത്തിന്റെ നിലപാട് എന്ന് പറയുകയും ചെയ്യുന്നത്. ശരി, അസ്കർ പറയുന്ന പോലെ ഭൂതകാലത്ത് സംഘപരിവാരവുമായി നിരന്തരം ഏറ്റുമുട്ടിക്കൊണ്ടു വരുന്ന കുറെ അധികം രക്തസാക്ഷികൾ സംഘപരിവാരത്താൽ ഉണ്ടായ സംഘപരിവാരം രാജ്യത്തിന്റെ ശത്രുവാണ് എന്ന തുറന്ന നിലപാട് സ്വീകരിച്ച ഒരു പാർട്ടിയുടെ, ഒരു രാഷ്ട്രീയ നയമുള്ള ഒരു പാർട്ടിയുടെ ഒരു മുഖ്യമന്ത്രി ഭരിക്കുന്ന നാട്ടിൽ അതിന് ക്രമസമാധാന ചുമതലയുള്ള ADGP ആ RSSന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരെ പോയി കണ്ടു. എന്തിനാണെന്ന കാര്യം പറയാൻ മുഖ്യമന്ത്രി തയ്യാറാവുന്നു, നടപടിക്കും തയ്യാറാവുന്നില്ല. അതാണ് ഇപ്പോഴും പ്രസക്തമായി നിൽക്കുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചോദ്യം. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. LDF യോഗത്തിൽ എന്തോ ഉണ്ടാകും എന്ന് ആരെങ്കിലും വിചാരിച്ചിരുന്നെങ്കിൽ അത് വെറുതെയാണ് എന്ന് LDF യോഗത്തിന് ശേഷം TP രാമകൃഷ്ണൻ വാർത്താ സമ്മേളനത്തിന് ശേഷം അങ്ങനെ കരുതിയവർക്ക് ബോധ്യമായി. ഒന്നും ഉണ്ടാകുന്നില്ല. ADGP MR അജിത്കുമാറിന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൂർണ്ണ സപ്പോർട്ട് ആ യോഗത്തിലുണ്ടായി, ചേർത്ത് പിടിച്ചു എന്നതാണ് LDF യോഗത്തിനകത്ത് മനസ്സിലാക്കാനും കഴിയുന്നത്. S വിജയകുമാർ ഇപ്പോൾ ഇവിടെ അബിൻ വർക്കി ഇവിടെ തല്ലുകൊണ്ടിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് അവരുടെ സമര പരമ്പര തുടരുന്നു. യൂത്ത് ലീഗിന്റെ അടക്കം സമരങ്ങൾ തുടരുന്നുണ്ട്. പ്രതിപക്ഷത്തിന് കൂടുതൽ സമരങ്ങൾ വരാനിരിക്കുന്നു. ADGP MR അജിത്കുമാർ അവിടെ ആ പോർട്ട്ഫോളിയോയിൽ തന്നെ ഇരിക്കുന്നത് എത്രത്തോളം സമരഭരിതമാക്കും വരും ദിവസങ്ങളെന്ന് കരുതണം? അത് എനിക്ക് തോന്നുന്നത് ഇതിന്റെ ഗ്രാവിറ്റി, ഇതിന്റെ ഒരു ചൂട് കുറയ്ക്കാനുള്ള ഒരു സ്ട്രാറ്റജി കൂടി ഇന്നത്തെ LDF-ൽ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് കുറയുമോ എന്നത് ഇനി PV അൻവർ ഒക്കെ തീരുമാനിക്കണം, അത് എങ്ങനെ അവരത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിനെ ആശ്രയിച്ചാണല്ലോ പ്രതിപക്ഷവും നീക്കം നടത്തുന്നത്. എനിക്ക് അതിനോട് അനുബന്ധമായി തന്നെയാണ് ശ്രീ അബിൻ വർക്കിയോട് ഒരു ചോദ്യമുള്ളത്. ശ്രീ അബിൻ വർക്കി, ഇന്നിപ്പോൾ അല്പസമയം മുമ്പാണ് ഈ പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു വാർത്താക്കുറിപ്പ് വന്നത്. മലപ്പുറം SP-യെ തെറുപ്പിച്ചത് എന്തിന്, മറുപടി പറയാൻ മുഖ്യമന്ത്രിക്ക് ബാധ്യതയുണ്ട് എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ മലപ്പുറം SP, മുൻ SP, ADGP MR അജിത്കുമാർ, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി, ഇവരെയൊക്കെ ഒരേ ത്രാസിലാണ് PV അൻവർ തൂക്കിയിട്ട് ഇവരൊന്നും കൊള്ളില്ല, ഇവരൊക്കെ കൊള്ളക്കാരാണ്, ക്രിമിനൽ സംഘമാണ് എന്ന ഒരു ലേബലിലേക്ക് അവരെ ചേർത്തത്. അതിൽ ഈ മലപ്പുറം SP നല്ല ഉദ്യോഗസ്ഥനാണ്, മികച്ച ട്രാക്ക് റെക്കോർഡുള്ള ഉദ്യോഗസ്ഥനാണ് ശശിധരൻ. ഇലന്തൂർ, നരവലി ഉൾപ്പെടെ പ്രമാദമായ പല കേസുകളും അദ്ദേഹത്തിൻ്റെ അന്വേഷണ മികവിന് ഉദാഹരണമാണ് എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. അപ്പോൾ ഈ PV അൻവർ പറഞ്ഞ ഉദ്യോഗസ്ഥരിൽ ചിലർ കൊള്ളാം, ചിലർ കൊള്ളില്ല എന്ന ഒരു സമീപനത്തിലേക്ക് പ്രതിപക്ഷം എങ്ങനെ എത്തുന്നു? ഇത് അൻവർ കൊണ്ടുവന്ന ആരോപണത്തിലാണല്ലോ നിങ്ങളൊക്കെ സമരം നടത്തുകയും അബിൻ വർക്കി താങ്കളെ പോലുള്ളവർക്ക് ഈ പോലീസിന്റെ ക്രൂരമർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വരികയും ചെയ്തത്. അതിൽ തന്നെ നിങ്ങളൊരു തിരച്ചിൽ നടത്തി ശശിധരൻ കൊള്ളാം എന്നൊരു നിഗമനത്തിലേക്കൊക്കെ എത്തുന്നതിന്റെ അടിസ്ഥാനം എന്താണ്? അതായത് വളരെ വ്യക്തമായ ഉത്തരവ് തന്നെ തരാം. അതായത് കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിന് കീഴിൽ നിരവധി വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ആഭ്യന്തര വകുപ്പിനെ കുറ്റപ്പെടുത്തുന്നുണ്ട്.
ശ്രീ PV അൻവർ പറഞ്ഞ ആരോപണങ്ങളിൽ അദ്ദേഹം ഡയറക്റ്റായി പറഞ്ഞ ചില കാര്യങ്ങൾ, ഒന്ന് ശ്രീ സുജിത് ദാസിനെതിരെയാണ് അദ്ദേഹം പറഞ്ഞത്. ആ സുജിത് ദാസുമായി ബന്ധപ്പെട്ട ഒരു ഓഡിയോ റെക്കോർഡ് പുറത്തു വന്നിട്ടുണ്ട്. ശ്രീ സുജിത് ദാസ് എന്ന് പറയുന്ന SP ഇതേവരെ അത് നിഷേധിച്ചിട്ടില്ല, സർക്കാർ നിഷേധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ സുജിത് ദാസും ശ്രീ PV അൻവറും സംസാരിക്കുന്നത് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ആ ഉദ്യോഗസ്ഥൻ കറപ്റ്റഡ് ആണ് എന്നുള്ളതും ആ ഉദ്യോഗസ്ഥനെതിരെ നടപടി വേണം എന്നുള്ളതും. അതുകൊണ്ട് ആ ഉദ്യോഗസ്ഥനെതിരെ നടപടി വേണം എന്നുള്ളത് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശ്രീ അജിത് കുമാറുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇപ്പോൾ നമുക്കറിയാം കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ആരാണ് ഭരിക്കുന്നത് എന്നുള്ളത് കേരളത്തിൽ പകൽ പോലെ വ്യക്തമാണ്. ഞങ്ങൾ ഇത് ഇന്ന് തുടങ്ങിയ ഒരു ആരോപണമല്ല. ശ്രീ അജിത് കുമാറും ശ്രീ ശശിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും അനുബന്ധമായ ഒരു നെക്സസ് ആണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നതെന്ന് കാലങ്ങളായി കേരളത്തിൽ ഉള്ള ഒരു ആരോപണമാണ്. അത് ഞങ്ങളുടെ പ്രവർത്തകരെ ജയിലിൽ അടയ്ക്കുമ്പോഴും മർദ്ദിക്കുമ്പോഴും ഒക്കെ ഞങ്ങൾ ഈ ആരോപണം പറയുന്നുണ്ട്. അതിനോടനുബന്ധിച്ചാണ് ശ്രീ PV അൻവർ അജിത് കുമാർ എന്ന് പറയുന്ന ലോ ആൻഡ് ഓർഡർ ADGPക്കെതിരെയും P ശശി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയും ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത്. ആ ആരോപണം ഉന്നയിച്ചതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് RSS ചീഫിനെ കണ്ട് അവർ കൂടിക്കാഴ്ച നടത്തിയെന്നും അവിടെ ഒരു ചർച്ച നടത്തിയെന്നും അതിനോടനുബന്ധമായിട്ടാണ് പൂരം കലക്കിയതെന്നും തൃശ്ശൂരിൽ ഇങ്ങനെ ഒരു ജനവിധി ഉണ്ടാക്കാൻ വേണ്ടി RSSുമായി അണ്ടർഗ്രൗണ്ട് ഡീല് നടത്തിയെന്നുള്ള ആരോപണം വരുന്നത്. ആ ആരോപണത്തിൻ്റെ മറുപടിയായി ശ്രീ അജിത് കുമാർ ഇതേവരെ പറഞ്ഞിട്ടില്ല ഞാൻ RSS ചീഫിനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല RSS ചീഫിനെ അജിത് കുമാർ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല. എന്ന് പറയുമ്പോൾ ഈ ആരോപണം ദിവസം ഇത്രയായിട്ട് ജനാധിപത്യ മുന്നണിയുടെ അവർ പോലും ഞാൻ ഹാഷ്മി അത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഞങ്ങൾ ADGPക്കെതിരെ നടപടി എടുക്കണമെന്ന് പറയുന്നത്? അതിൻ്റെ കാരണം അവർ കണ്ടത് എന്തിനാണ്? അത് ശ്രീ PV അൻവർ ആരോപിക്കുന്നത് പോലെ അവിടെ പൂരം കലക്കാനും RSSന് വേണ്ടി CPMുമായി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുമായി ഒരു അണ്ടർഗ്രൗണ്ട് ഡീൽ ഉണ്ടാക്കാനാണെന്നുള്ള പ്രഥമ ദൃഷ്ടിയായുള്ള തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് ADGPക്കെതിരെ നടപടി വേണം. സുജിത് ദാസിൻ്റെ ഫോൺ റെക്കോർഡ് പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് സുജിത് ദാസിനെതിരെ നടപടി വേണം. ബാക്കി ഉദ്യോഗസ്ഥരെക്കുറിച്ച് ശ്രീ അൻവർ കുറേയധികം ഉദ്യോഗസ്ഥരെക്കുറിച്ച് കുറേയധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. ശ്രീ അൻവർ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മളങ്ങ് ക്യാരി ഓവർ മാത്രമല്ല അവിടുത്തെ മുസ്ലിം ലീഗിന് നിലപാടുണ്ട്. ഈ കാലത്ത് ഈ പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ കാട്ടിക്കൂട്ടിയ കാര്യങ്ങളെക്കുറിച്ച് മലപ്പുറം ജില്ലയെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടുത്തെ കേസുകൾ ഗണ്യമായി കൂട്ടാൻ 12,000 ആവറേജ് ഉണ്ടായിരുന്ന സ്ഥലത്ത് 43,000-ആയിട്ടും 60,000-ആയിട്ടും കുത്തനെ ഉയർത്താൻ അത്തരത്തിലൊരു ക്രൈം ജില്ലയാക്കി മാറ്റാൻ മലപ്പുറത്തെ നോക്കാൻ ഇക്കൂട്ടരൊക്കെ ശ്രമിച്ചു. അതിന് തുടർച്ചയിൽ ശശിധരനും ശ്രമിക്കുന്നു എന്ന് നിങ്ങളുടെ കൂടെയുള്ള ലീഗ് നിലപാടുണ്ടെന്നേ. അല്ല, തീർച്ചയായിട്ടും അവിടെ മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട് താനൂർ കസ്റ്റഡി കൊലപാതകവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പല പിടിച്ചു കൊണ്ടുപോകലുമൊക്കെയായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട് പോലീസ് സംവിധാനത്തിൽ ഞങ്ങൾക്ക് കാര്യമായ കംപ്ലയിൻ്റ് ഉണ്ട്. ആ കംപ്ലയിൻറ്റ് UDF എന്നുള്ള നിലയ്ക്കും ലീഗ് എന്നുള്ള നിലയ്ക്കും കോൺഗ്രസ് എന്നുള്ള നിലയ്ക്കും ഞങ്ങൾ ഉന്നയിക്കുന്നുമുണ്ട്. അതിനകത്ത് ഒരു സംശയവുമില്ല എന്നേ. ഞങ്ങളുടെ മുമ്പിൽ വന്ന വളരെ കൃത്യമായ പ്രഥമ ദൃഷ്ടിയ വളരെ കൃത്യമായി കറപ്റ്റഡ് ആണ് എന്നുള്ളതും അതിൽ തെറ്റുണ്ട് എന്നും മനസ്സിലാക്കപ്പെടുന്ന രണ്ട് കാര്യങ്ങൾ വളരെ വ്യക്തതയുള്ളതാണ്. അത് ADGPക്കെതിരെയും സുജിത് ദാസിനെതിരെയുള്ളതാണ്. സുജിത് ദാസിനെതിരെ നടപടിയെടുത്തു. ADGPക്കെതിരായിട്ടുള്ള നടപടി ഇതുവരെ എടുത്തിട്ടില്ല. അവിടെയാണ് പ്രശ്നം. ഞാൻ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഇവിടെ നിങ്ങൾ സംസാരിക്കുന്നത് ഈ ADGP അജിത് കുമാർ RSSന്റെ ചീഫിനെ കണ്ട് ഒരു ചായ കുടിച്ചതോ അവർ തമ്മിൽ സംസാരിച്ചതോ അല്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. അത് ഞാൻ വീണ്ടും വ്യക്തമാക്കിയാണ്. അവരൊരു ഏതെങ്കിലും ഒരു അവസരത്തിൽ വെച്ച് കണ്ടുമുട്ടി 2 മിനിറ്റ് ചായ കുടിക്കുക എന്ന് പറഞ്ഞാൽ അതല്ല ഇവിടുത്തെ കൺസേൺ. ഇവിടുത്തെ കൺസേൺ എന്താണ്? ഇവിടുത്തെ കൺസേൺ എന്ന് പറഞ്ഞാൽ കാലങ്ങളായി സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ശരിയായ വണ്ണം അന്വേഷണം നടക്കുന്നില്ല. എന്തുകൊണ്ടാണ്? മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട അഴിമതി കേസിൽ അന്വേഷണം നടക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ഇല്ലെങ്കിൽ നിങ്ങൾ അതൊക്കെ പോട്ടെ, ഇപ്പോൾ ഇങ്ങനെ ഒരു ആരോപണം വന്നു. കഴിഞ്ഞ ഒരു 15, 16, 20 ദിവസമായി ഇങ്ങനെ ഒരു ആരോപണം വന്നിട്ട് ഈ സ്വർണ്ണക്കള്ളക്കടത്തും കൊലപാതകവും അധോലോക ബന്ധങ്ങളും മണത്ത് കണ്ടുപിടിക്കുന്ന കേന്ദ്ര അന്വേഷണ ഏജൻസികൾ എന്തുകൊണ്ട് ഇതേവരെയായി കേരളത്തിൽ ലാൻഡ് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടക്കുന്ന പ്രതിപക്ഷ നേതാവിനെ ഉന്നയിച്ചുകൊണ്ട് മറു ആരോപണങ്ങളും വരുന്നുണ്ടല്ലോ. ഇപ്പോ ഗുരുജി ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുൻപിൽ VD സതീശൻ വിളക്ക് തെളിയിച്ചത് എന്തിന്? 2013 ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ തൃശ്ശൂരിലെ പരിപാടിയിൽ പ്രതിപക്ഷ നേതാവ്, അതായത് അന്ന് VD സതീശൻ പങ്കെടുത്തത് എന്തിന്? അപ്പോൾ ഈ RSSുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ BJPയുമായിട്ടുള്ള ബന്ധം, നിങ്ങൾ BJPയെ പ്രതിക്കൂട്ടിൽ നിർത്തി ആരോപണം ഉന്നയിക്കുമ്പോൾ BJP നേതാക്കൾ, ഇപ്പോൾ V മുരളീധരനാണ് ഇത് ചോദിച്ചത്, എന്ന് മുതലാണ് പ്രതിപക്ഷത്തിന് അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർക്ക് RSSുകാർ അവരോട് ഐത്തം തോന്നി തുടങ്ങിയത്? ശാഖയ്ക്ക് കാവൽ നിന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ KPCC പ്രസിഡന്റ് അല്ലേ ഇവിടെ ഉള്ളത് എന്ന് മറുചോദ്യം നിങ്ങൾ നേരിടുകയാണ്.
അപ്പോൾ പുനർജനി കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ ഡീലും ഒരു ആരോപണമായി നിങ്ങൾക്കെതിരെയുമുണ്ട്. അതായത് ശരി, അപ്പോൾ ശ്രീ ഗോപികൃഷ്ണൻ, ഞങ്ങൾ ശ്രീ PV അൻവറിൻ്റെ ആരോപണം വന്ന ഉടനെ തന്നെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവും KPCCയും എടുത്ത നിലപാട് ഇതിനകത്ത് CBI അന്വേഷണം വേണം എന്നുള്ളതാണ്. അതായത് CBI എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് ഒരു തരത്തിലും സ്വാധീനിക്കാൻ സാധിക്കാത്ത ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിയാണ്. അപ്പം ഞങ്ങൾക്ക് 100% ഉറപ്പുണ്ട് ശ്രീ PV അൻവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ CBI അന്വേഷണത്തിന് വിട്ടോളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ശ്രീ പുനർജനി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഈ ശ്രീ PV അൻവർ പറഞ്ഞ എല്ലാ ആരോപണങ്ങളും CBI അന്വേഷിക്കട്ടെ, അതിൽ തെളിവുകൾ കണ്ടുപിടിക്കട്ടെ. അപ്പം ഞങ്ങൾക്ക് ഉറപ്പുള്ളത് കൊണ്ടല്ലേ ഞങ്ങൾ CBI അന്വേഷണം തന്നെ അതിനകത്ത് ആവശ്യപ്പെട്ടത്. പക്ഷേ അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം ഗോപികൃഷ്ണൻ. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങൾ, സ്വർണ്ണക്കള്ളക്കടത്ത്, ഡോളർ കള്ളക്കടത്ത്, അല്ല നമുക്ക് എന്തു വന്നാലും സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ കേന്ദ്ര അന്വേഷണ ഏജൻസി ഈ നാട്ടിലെ ഭരണഘടനാ സംവിധാനം വെച്ച് പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ്. കേരളത്തിലെ ഒരു അന്വേഷണ ഏജൻസി ഇത് കൃത്യമായി കണ്ടുപിടിക്കില്ല എന്ന് പറഞ്ഞാൽ കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഒരു CBI അന്വേഷണമല്ലാതെ നമുക്ക് ഈ ജനാധിപത്യ രീതിയിൽ മറ്റെന്ത് ആവശ്യപ്പെടാൻ സാധിക്കും ശ്രീ ഗോപികൃഷ്ണൻ? അല്ലാതെ കോൺഗ്രസിന് ഒരു കമ്മിറ്റി ഉണ്ടാക്കി ആ കമ്മിറ്റിക്ക് ഇത് അന്വേഷണം നടത്തണമെന്ന് പറയാൻ സാധിക്കുമോ? നമുക്ക് ഈ പഴയ സ്വർണ്ണക്കടത്ത് ഒക്കെ വിട്ടേക്കും. SFIO എന്ന് അടുത്ത കാലത്ത് കേട്ടതാണ്. SFIO എന്തോ ചെയ്യാൻ പോകുന്നു കേട്ടതാണ്. എത്രയോ 5 മാസത്തിനുള്ളിൽ 8 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞതാണ്. ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ? തന്നെയല്ല, അല്ല ഇതിൽ അബിൻ മറുപടി പറയാത്തൊരു വിഷയം കൂടിയുണ്ട്. ഈ പറവൂർ മനക്കപ്പടി സ്കൂളിൽ 2006 ഈ ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുന്നിൽ തിരിതെളിയിക്കുന്ന ഒരു VD സതീശന്റെ ചിത്രമുണ്ട്, സമൂഹ മാധ്യമങ്ങളിലുണ്ട്. അല്ല, VD സതീശൻ VS അച്യുതാനന്ദൻ മറ്റൊരു പരിപാടിയിൽ പോയ കാര്യം പറയുന്നുണ്ട്. അവിടെ അതിന് മറുപടിയാവുന്നില്ല. പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ പരസ്യമായി പോയ പരിപാടികളല്ലേ. വേദിയാണ്. അബിൻ വർക്കി പോവോ? അല്ല, അത് രാഷ്ട്രീയ അബിൻ വർക്കി പോവില്ലല്ലോ. പോവില്ല. ഉറപ്പായും അതൊരു രാഷ്ട്രീയ പോവില്ല. അബിൻ വർക്കി പോവില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഞാനൊരു കാര്യം പറയാം. ഞാനൊരു കാര്യം പറയാം. ഇപ്പൊ ശ്രീ പ്രണബ് മുഖർജി അദ്ദേഹത്തെ RSSന്റെ ഒരു സെമിനാറിൽ വിളിച്ചു. ആ സെമിനാറിൽ വിളിച്ചപ്പോൾ അദ്ദേഹം AICCയുടെ അനുമതി തേടി. ആദ്യം ഒട്ടേറെ പ്രതിബന്ധങ്ങളുണ്ടായിരുന്നു, വലിയ എതിർപ്പുകളുണ്ടായിരുന്നു. പക്ഷേ ശ്രീ പ്രണബ് മുഖർജിയോട് അദ്ദേഹം സംസാരിക്കുന്നത് എന്താണ് എന്ന് AICC ചോദിച്ചു. വളരെ കൃത്യമായി അദ്ദേഹം സംസാരിക്കുന്നതിൻ്റെ ഒരു കണ്ടന്റ് കൊടുത്തു. അദ്ദേഹം RSSന്റെ സെമിനാറിൽ പോയി പങ്കെടുത്തു. RSSന്റെ ഐഡിയോളജിയെ ആ സെമിനാർ വേദിയിൽ വെച്ച് അദ്ദേഹം വിമർശിച്ചു. അത് ജനാധിപത്യപരമായി പല വേദികളിലും അങ്ങനെയുള്ള സംഭാഷണങ്ങളൊക്കെ ഉണ്ടാകും. അതിനെ നമ്മൾ പർവ്വതീകരിക്കേണ്ട ആവശ്യമില്ല. അത് ഈ രഹസ്യമായി പോയി ഒരാൾ രഹസ്യമായി പോയി കണ്ട ഒരു സംഭവത്തെ അത് തന്നെ അതാണ് എന്ന് പറഞ്ഞാൽ ഒരു സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതല വഹിക്കുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ രഹസ്യമായി പോയി കാണുന്നതും ഇതുമായി സമീകരിക്കാൻ കഴിയുമോ എന്ന് ചോദ്യം ഓടുന്നു. പക്ഷെ അപ്പോഴും ഈ പറയുന്ന രാഷ്ട്രീയ നേതാക്കൾ RSS വേദിയിലേക്ക് പോകുന്നത് അവരുടെ രാഷ്ട്രീയത്തിൽ ചേർന്നാണെന്ന ചോദ്യം അവിടെ ബാക്കി നിൽക്കുകയും ചെയ്യുന്നു. ഏതെങ്കിലും തരത്തിൽ ആരോപണങ്ങളിൽ നിന്ന് പിൻവാങ്ങുന്നു എന്ന സൂചന നൽകാതെ, മെരുങ്ങുന്നു എന്ന സൂചന നൽകാതെ കൂടുതൽ ശക്തമായി ആഞ്ഞടിക്കുകയായിരുന്നു PV അൻവർ. അൻവറിന്റെ ആരോപണങ്ങൾ നാളെയോ മറ്റന്നാളോ P ശശിക്കെതിരെ CPM സംസ്ഥാന സെക്രട്ടറിക്ക് പരാതി കൊടുക്കും എന്ന കാര്യം അടക്കം പറയുകയായിരുന്നു ഇന്ന് PV അൻവർ. അൻവറിൻ്റെതായ വഴിയിൽ കുറേ അധികം വ്യവഹാര വഴികളിലൂടെ പോകുന്നു എന്നും അറിയാൻ കഴിയുന്നുണ്ട്. സന്ദീപ് വാര്യർ, ഇന്നിപ്പോൾ PV അൻവറിന്റെ വാർത്താ സമ്മേളനം താങ്കളും കേട്ടു എന്നാണ് കരുതുന്നത്. അവിടെ ആശ്രമം കത്തിച്ച കേസിൽ RSSകാരായ പ്രതികളെ കാത്തുരക്ഷിക്കാൻ പോലീസിനകത്ത് നടന്ന നീക്കങ്ങളെപ്പറ്റി ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടടക്കം ചൂണ്ടിക്കാട്ടി പറയുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇതുമായി ഒരു ബന്ധവുമില്ലാത്ത CPM നേതാക്കളുടെയും DYFI നേതാക്കളുടെയും ഫോണുകൾ ചോർത്തുകയും ഇതുമായി ഈ പറഞ്ഞ സ്വാമി സന്ദീപാനന്ദഗിരി സംശയമുണ്ടെന്ന് പറയുന്ന ആരുടെയും CDR എടുക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സംഘത്തെ പറ്റി പറയുകയായിരുന്നു. സന്ദീപ് സത്യമായി പറയണം, പോലീസിൽ അത്രത്തോളം RSSന് സ്വാധീനമുണ്ടെന്ന് സന്ദീപ് കരുതിയിരുന്നോ? അതിനുമുമ്പ് ശ്രീ അബിൻ വർക്കി പറഞ്ഞ ഒരു കാര്യം, അതിൽ അദ്ദേഹത്തിന് പറ്റിയിട്ടുള്ള ഒരു പിശകോ അതല്ലെങ്കിൽ ബോധപൂർവമായി പറഞ്ഞിട്ടുള്ള ഒരു തെറ്റായിട്ടുള്ള കാര്യമോ അത് സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് പ്രണബ് മുഖർജി RSSന്റെ സെമിനാറിൽ പങ്കെടുത്തു. ആ സെമിനാറിലല്ല പങ്കെടുത്തത്, RSSന്റെ നാഗ്പൂർ കാര്യത്തിൽ നടന്നിട്ടുള്ള വിജയലക്ഷ്മി പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുകയാണ് ചെയ്തത്. സംഘത്തിന്റെ ഗണവേഷം അണിഞ്ഞ സ്വയംസേവകർക്കൊപ്പമാണ് അദ്ദേഹം ആ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ളത്. ആ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് AICC അദ്ദേഹത്തോട് വിശദീകരണം ചോദിച്ചു, അദ്ദേഹം പെർമിഷൻ ചോദിച്ചു എന്നാണ് അബിൻ വർക്കി പറയുന്നത്. അങ്ങനെ പെർമിഷൻ ചോദിച്ചപ്പോൾ ഫുൾ ടെക്സ്റ്റ് അയച്ചു കൊടുക്കാൻ AICC ആവശ്യപ്പെട്ടു. പ്രണബ് മുഖർജി ഫുൾ ടെക്സ്റ്റ് അയച്ചു കൊടുത്ത ശേഷമാണ് അത്തരത്തിലുള്ള പെർമിഷൻ AICC നൽകിയത് എന്ന്
ശ്രീ അബിൻ വർക്കിയെ പോലെ അത്യാവശ്യം എഴുത്തും വായനയുമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു യുവ കോൺഗ്രസ് നേതാവ് പറയുന്നത് വാസ്തവത്തിൽ അദ്ദേഹത്തെ ഈ രാജ്യത്തെ ഭരണഘടനയെക്കുറിച്ചോ മുൻ പ്രസിഡന്റ് എന്ന് പറയുന്ന സ്ഥാനത്തെക്കുറിച്ചോ ധാരണയില്ലാത്തത് കൊണ്ടോ അതല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ഒരു കാര്യം കോൺഗ്രസിന്റെ ആളുകൾ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് കേട്ടത് കൊണ്ടോ ആയിരിക്കാം. ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതി അപ്പോളിറ്റിക്കലാണ്. അദ്ദേഹം കോൺഗ്രസിന്റെ 4 മെമ്പർ അല്ല. അദ്ദേഹത്തിന് കോൺഗ്രസിന്റെ പെർമിഷൻ ചോദിക്കേണ്ട കാര്യമില്ല. മാത്രമല്ല പ്രണബ് മുഖർജിയുടെ സ്റ്റാച്ചറുള്ള ഒരു വ്യക്തി കോൺഗ്രസിനോട് പോയി അപേക്ഷ ചോദിച്ചിട്ട് എന്നെ പങ്കെടുക്കാൻ അനുവദിക്കൂ എന്ന് പറഞ്ഞതിന് ശേഷം RSSന്റെ കാര്യാലയത്തിലേക്ക് പോകുന്ന ഒരാളാണ് എന്ന് അബിൻ വർക്കി കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. മിനിമം ശർമിഷ്ഠ മുഖർജി എഴുതിയ പുസ്തകമെങ്കിലും ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. അല്ല, ആ പുസ്തകത്തിൽ പറയുന്നത് മുഖർജിയുടെ മകളൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ ശർമിഷ്ഠ പറയുന്നു അച്ഛനോട് ആ തീരുമാനം മാറ്റാൻ ആ പുസ്തകത്തിൽ ശർമിഷ്ഠ പറയുന്നുണ്ട് അച്ഛനോട് ആ തീരുമാനം മാറ്റാൻ ഞാൻ 4 ദിവസം ഫോർട്ട് ചെയ്തു, അല്ലെങ്കിൽ ഞാൻ യുദ്ധം ചെയ്തു. അച്ഛൻ പറഞ്ഞത് ജനാധിപത്യത്തിൽ സംവാദം ഏറ്റവും പ്രധാനമാണ് എന്ന് പറഞ്ഞു എന്നാണ് കേട്ടോ പുസ്തകത്തിൽ ശർമിഷ്ഠ എഴുതി വെച്ചിരിക്കുന്നത്. ശ്രീ സന്ദീപ് വാര്യർ. കറക്റ്റ്. ഞാൻ പറയുന്നത് അശ്മി, ഞാനതാ പറയുന്നത്, ജനാധിപത്യത്തിൽ സംവാദം പ്രധാനമാണ് എന്ന് വിശ്വസിക്കുന്ന പ്രണബ് മുഖർജി അദ്ദേഹം അപ്പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഫോർമർ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ്. ഭരണഘടനാപരമായി ഇന്ത്യയുടെ ഫസ്റ്റ് സിറ്റിസൺ ആയ ഒരു വ്യക്തിക്ക് ഒരിക്കലും തിരിച്ച് രാഷ്ട്രീയത്തിലേക്ക് പോകാനോ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അനുവാദം ചോദിക്കാനോ കഴിയില്ല. ഇമ്പോസിബിൾ. ഇല്ലാത്തൊരു കാര്യമാണ് ഉണ്ട് എന്നിവിടെ പറഞ്ഞത്. കാര്യമാണ് പറഞ്ഞത്. സ്വന്തമായി നിലപാടുകൾ സ്വീകരിക്കാൻ കഴിവുള്ള ഇന്ത്യയിലെ പരിണതപ്രജ്ഞയായിട്ടുള്ള നേതാവായിരുന്നു. ഭരണഘടനാപരമായി തെറ്റാണ് അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല. അതൊരു തെറ്റായിട്ടുള്ള കാര്യം കോൺഗ്രസ് എന്തോ വലിയ സംഭവമാണെന്ന് കാണിക്കാൻ പറഞ്ഞുള്ള കാര്യമാണ്. തെറ്റായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ സംഭവം നടന്നിട്ടില്ല. ഒന്ന് ഞാൻ പറഞ്ഞോട്ടെ, പൂർത്തിയാക്കട്ടെ. അപ്പൊ അത് ഒരു ഫോർമർ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ അപ്പോളിറ്റിക്കൽ ആയിട്ടുള്ള ഒരാളാണ്. ഭരണഘടനാപരമായി ചെയ്യാൻ എന്ന് ചരിത്രത്തിൽ എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. ഞാൻ പൂർത്തിയാക്കട്ടെ. അദ്ദേഹം അതെല്ലാം ഒരു സെക്കൻഡ് ഞാൻ പൂർത്തിയാക്കട്ടെ. അല്ല നമ്മള് പ്രണബ് മുഖർജി എന്ന് പറയും. അല്ല അബിൻ പ്ലീസ് ലെറ്റ് മീ ഫിനിഷ്. പ്രണബ് മുഖർജിയെ പോകരുതെന്ന് കോൺഗ്രസിന്റെ നിരവധി നേതാക്കന്മാർ ആവശ്യപ്പെട്ടു. അതൊന്നും അദ്ദേഹം ചെവിക്കൊണ്ടില്ല. അദ്ദേഹം പോവുകയാണ് ചെയ്തത്. അദ്ദേഹം ഒരാളെയും അങ്ങനെ ചെവിക്കൊള്ളുന്ന ഒരാളായിരുന്നില്ല. വളരെ കൃത്യമായിട്ടുള്ള നിലപാടുകളുള്ള ഒരു നല്ല പരിണിതപ്രജ്ഞനായിട്ടുള്ള അദ്ദേഹം കോൺഗ്രസിലായിരുന്നു ഇരിക്കാൻ മുൻപുണ്ടായിരുന്നത് എന്ന് കരുതിയിട്ട് അദ്ദേഹത്തോട് എല്ലാ ആദരവും ഞങ്ങൾ കാണിച്ചിട്ടുണ്ട്. ആ ആദരവോടുകൂടി അദ്ദേഹം വന്നു. അദ്ദേഹത്തിന് പറയാനുള്ള അദ്ദേഹം പറഞ്ഞു. അതിലപ്പുറം AICCയുടെ പെർമിഷൻ വാങ്ങി പ്രണബ് മുഖർജി പോയി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സ്റ്റാച്ചറിനെ ഫോർമർ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയെ ചെറുതാക്കി കാണിക്കുന്ന ഒരു പരാമർശമായി പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റേ നിങ്ങൾക്ക് പറയാം, നിങ്ങൾ ആവശ്യപ്പെട്ടു, ശരിയാണ്, പോകരുതെന്ന് ആവശ്യപ്പെട്ടു. പക്ഷെ അദ്ദേഹം ചെവിക്കൊണ്ടില്ല. കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞു. കാരണം രാഹുൽ ഗാന്ധിയോട് അങ്ങേയറ്റത്തെ വെറുപ്പായിരുന്നു അദ്ദേഹത്തിന്, ദേഷ്യമായിരുന്നു അദ്ദേഹത്തിന് എന്ന് ശർമിഷ്ഠ പറഞ്ഞിട്ടുണ്ട്. രാഹുൽ ഗാന്ധി ഒരു വിവരം അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി ഇല്ലാത്ത ആളാണ്, മെച്യൂരിറ്റി ഇല്ലാത്ത ആളാണ് എന്ന് പ്രണബ് മുഖർജി പറഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ മകൾ തന്നെയാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരാള് വിശദീകരണം ചോദിക്കുമെന്നും തിരിച്ച് പ്രണബ് മുഖർജി ഒരു വിശദീകരണം കൊടുക്കുമെന്നും അതും നിങ്ങൾ ആലോചിക്കണം. ഈ എന്തുണ്ടെങ്കിൽ പോലും അദ്ദേഹം മുൻ രാഷ്ട്രപതിയാണ്. അദ്ദേഹത്തിന് ഒരിക്കലും തിരിച്ച് രാഷ്ട്രീയത്തിലേക്ക് പോകാൻ ഇന്ത്യയുടെ ഭരണഘടനാപരമായി കഴിയില്ല എന്നുള്ള കാര്യമെങ്കിലും മനസ്സിലാക്കി കൊണ്ടുപോകണം. ആ വിഷയം സംസാരിക്കണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം പറഞ്ഞത് എന്താ? ഈ പൂരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. നോക്കൂ, ഇവിടെ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച ചില തെറ്റുകളുണ്ട്. അവിടെ പൂരവുമായി ബന്ധപ്പെട്ട് SP-ക്കെതിരെയും കമ്മീഷനെതിരെയും ഒക്കെ ഹൈക്കോടതിയിൽ കൊണ്ടുപോയി കേസ് കൊടുക്കുന്നതേ BJP ആണ്. അവിടെ BJP-ക്കാരെങ്ങനെ ചില സ്ഥലങ്ങളിലേക്ക് കടന്നു വന്നു ചോദിക്കുന്നത്? തൃശ്ശൂരുകാരായിട്ടുള്ള നേതാക്കന്മാർക്ക് അവിടുത്തെ എന്തെങ്കിലും പ്രയാസമുണ്ടോ? അവിടെ പൂരം കാണാൻ പോയിട്ട് ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കന്മാർക്ക് അവിടെ കടന്നെല്ലാം പ്രയാസമുണ്ടോ? അവിടെ രാജന് പോകാമായിരുന്നല്ലോ. എന്ത് രാജനായിരുന്നു സന്ദീപ്? ആ രാത്രി പ്രയാസമുണ്ട്. ആ രാത്രി പ്രയാസമുണ്ട്. സന്ദീപ് അറിയാതെ പറയല്ലേ? ആ രാത്രി പ്രയാസമുണ്ട് സന്ദീപേ. ആ രാത്രി അവിടെ യുദ്ധസമാന സാഹചര്യം ഞാൻ പറയാന്നേ. ആ രാത്രി യുദ്ധസമാന സാഹചര്യമാണ്. അവിടെ MG റോഡ് ആവട്ടെ, ഷൊർണൂർ റോഡ് ആവട്ടെ, അകത്തേക്ക് കിടക്കുന്ന സകല റോഡുകളും 1 അല്ല 3 നിര ബാരിക്കേഡ് വെച്ച് അടച്ചു. അവിടെ DYSമാർ ചുമതല കൊടുത്തു. ഏത് DYSമാര്? അവിടെ വർഷങ്ങളായി പൂരം നടത്തി പരിചയമുള്ള ഒറ്റ DYSPക്ക് അങ്കിത ശർമ്മ ചുമതല കൊടുത്തില്ല. ഒന്നും അറിയാത്ത 8 ആ മേഖലയെ പറ്റി അറിയാത്ത ആൾക്കാരെ അവിടെ ഏൽപ്പിച്ചു. ആരെയും കടത്തിവിട്ടില്ല. കടത്തിവിട്ടത് ഈ പറഞ്ഞ B ഗോപാലകൃഷ്ണയും വത്സൻ തില്ലങ്കേരിയും ഒക്കെ മാത്രമേ ഉള്ളൂ. സന്ദീപ് അറിയാത്ത കാര്യം പറയല്ലേ? ഹാഷ്മി, B ഗോപാലകൃഷ്ണനും വത്സൻ തില്ലങ്കേരിയും ഒക്കെ സംസ്ഥാനത്തെ അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാക്കളാണ്, പൊതുപ്രവർത്തകരാണ്.
ചേട്ടാ, ആ പൂരത്തിന് സംഘാടകരെ കയറ്റി വിട്ടില്ല, പിന്നാണോ? ആ പൂരത്തിന് സംഘാടകരെ കയറ്റി വിട്ടില്ല, പിന്നാണോ? ആജ്ഞാശക്തിയുള്ള രാജൻ എന്തുകൊണ്ട് പോയില്ല? ഒരു ഈച്ചകയറാക്കോട്ടയാക്കി അവിടെ, അകത്തോട്ട് വിട്ടില്ല, പുറത്തുനിന്ന് അകത്തോട്ട് ആരും കയറ്റി വിട്ടില്ല, സംഘാടകരെ അടക്കം. അങ്കിത അശോകൻ, പക്ഷെ വത്സൻ തില്ലങ്കേരിയും ഗോപാലനെ തിരിച്ചറിയും. അത് കൊള്ളാം. പൂരത്തിന്റെ സംഘാടകരെ കയറ്റി വിടില്ല, തില്ലങ്കേരി. അതാണ് സംശയം സാർ, അതാണ് സംശയം. ഇതേ തില്ലങ്കേരി ശബരിമലയിൽ പോയി പോലീസിനെ മൈക്കെടുത്ത് ക്രമസമാധാനം പ്രസംഗിക്കും. ഇതേ തില്ലങ്കേരി പ്രശ്നം ഉണ്ടാകുമ്പോൾ പൂരത്തിനവിടേക്ക് വരും. അതേ തില്ലങ്കേരിക്ക് വാതിലുകൾ മലക്കെ തുറന്നു കൊടുക്കപ്പെടും. ഇതല്ലേ പ്രതിപക്ഷം ആരോപിക്കുന്നേ? സന്ദീപ്, തില്ലങ്കേരി സോ പവർഫുൾ. നിങ്ങൾക്ക് എന്താ പ്രശ്നമുള്ളത്? ആ, വത്സൻ ഇത്രേ തില്ലങ്കേരി ഉള്ളൂ. പവർഫുൾ ആണെന്ന് എന്താ സംശയമുള്ളത്? അതിലൊരു സംശയമില്ല. ഹിന്ദു സംസ്ഥാന നേതാവ് എന്താ സംശയമുള്ളത്? വത്സൻ തില്ലങ്കേരി മുഖം കണ്ട പോലീസുകാരെ മാറ്റി കൊടുത്തിട്ടുണ്ടാവും. അതാണ് എക്സാക്ട്ലി അസൂയൊന്നും അല്ലെന്നേ. നമ്മൾ രാഷ്ട്രീയ ചർച്ചയല്ലേ? ഇപ്പൊ വത്സൻ തില്ലങ്കേരിയിൽ സന്ദീപ് വാര്യർ കാണുന്ന പവർ, സന്ദീപ് വാര്യർ കാണുന്ന ശക്തി കേരള പോലീസും ആഭ്യന്തര വകുപ്പും വകവെച്ച് കൊടുക്കുന്നുണ്ടോ? ഉണ്ടെന്ന് പറയാണ് പ്രതിപക്ഷം. അതിന് മറുപടി മുഖ്യമന്ത്രി പറയട്ടെ, ആഭ്യന്തര വകുപ്പ് പറയട്ടെ. ചർച്ച അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുകയാണ്. അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ, ഇവിടെ ഇപ്പോഴത്തെ ഇന്ന് ഇടതുമുന്നണി യോഗത്തിന് ശേഷം വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരോട് LDF കൺവീനർ പറഞ്ഞത് ഈ വിഷയങ്ങളൊക്കെ അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. എന്നപ്പോൾ ഇതിൽ DGP എന്താണ് അന്വേഷിക്കാൻ പോകുന്നത്? RSS നേതാവും ADGPയും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ DGP എന്ത് അന്വേഷിച്ച് എന്ത് റിപ്പോർട്ടാണ് കൊടുക്കാൻ പോകുന്നത്? അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണമല്ലോ ഇനിയിപ്പോൾ തീരുമാനമെടുക്കാൻ പോകുന്നത്. അതിൽ എന്ത് റിപ്പോർട്ട് കൊടുക്കാൻ കഴിയും? ഇതിൽ DGPക്ക് എന്ത് അന്വേഷിക്കാൻ കഴിയും? വിജയകുമാർ, ഇതിലേക്ക് കൃത്യമായിട്ട് അങ്ങ് ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം, കേരളത്തിലെ കോൺഗ്രസിന്റെ നിലപാടുകളുടെ വിരോധാഭാസത്തെക്കുറിച്ചൊന്നും പറയാതെ പോകാൻ നിവൃത്തിയില്ല. എന്താണ് ADGP ശ്രീ MR അജിത് കുമാറിനെ കോൺഗ്രസ് ആരോപിക്കുന്ന ആരോപണം? RSS നേതാക്കന്മാരെ കണ്ട് SNC ലാബിലടക്കമുള്ള മുഖ്യമന്ത്രിക്കെതിരെയുള്ള കേസുകൾ നീട്ടിക്കൊണ്ടു പോകുന്നതിനും അതോടൊപ്പം തന്റെ മകൾക്കെതിരെ വരുന്ന SFI അന്വേഷണം മരവിപ്പിക്കുന്നതിനും വേണ്ടി കേന്ദ്ര ഏജൻസികളെ മന്ദീഭവിപ്പിക്കുക എന്ന രാഷ്ട്രീയ ദൗത്യവുമായിട്ടാണ് ശ്രീ MR അജിത് കുമാർ DGP ഈ RSS നേതാക്കളെ കണ്ടു എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. പക്ഷെ അതേ കോൺഗ്രസ് തന്നെ പറയുകയാണ് കേന്ദ്ര ഏജൻസി ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തണം. എന്ത് വിരോധാഭാസമാണ് ഇക്കാര്യത്തിലുള്ളത്? DGPയുടെ അന്വേഷണത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ DGPക്ക് തന്റെ കീഴുദ്യോഗസ്ഥൻ നടത്തിയിട്ടുള്ള സ്വകാര്യ സന്ദർശനം, ആ സ്വകാര്യ സന്ദർശനത്തിന്റെ വസ്തുതകളെ സംബന്ധിച്ച് വിവരങ്ങൾ വിശദമായി ചോദിച്ചറിയുന്നതിനുള്ള ഭരണപരമായിട്ടുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിന് നിക്ഷിപ്തമാണ്. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ DGPയിൽ വിശ്വസിച്ചുകൊണ്ട് കാത്തിരിക്കുന്നത്. മാത്രമല്ല CPIM-നെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ട ഒരു മറ്റൊരു വസ്തുത എന്ന് പറയുന്നത്, സഖാവ് EP ജയരാജൻ ശ്രീ പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയതിന്റെ പേരിൽ അദ്ദേഹത്തിന് LDF കൺവീനർ സ്ഥാനം തെറിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിനെതിരെ നടപടി എടുത്തു എന്ന് ബോധ്യപ്പെടുത്തുന്നതിനുള്ള രാഷ്ട്രീയ ഉത്തരവാദിത്തം കാണിച്ചതാണ് CPM. പണ്ട് കൊല്ലം ജില്ലയിൽ കൊല്ലം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് നഗരവികസനത്തിന്റെ പാതയിൽ ഒരു വലിയ ലിങ്ക് റോഡ് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് 3 ക്ഷേത്രങ്ങൾ പുനഃപ്രതിഷ്ഠ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് അതിന് സഹായം ചെയ്തു നൽകിയത് അന്നത്തെ RSSന്റെയും BJPയുടെയും നേതാക്കന്മാരെ നഗരസഭയുമായി ചേർന്ന് അത്തരത്തിലൊരു സഹായം ചെയ്തു എന്നതിന്റെ പേരിൽ RSSന്റെ കൊല്ലത്ത് നടന്ന ബൈടെക്കിന്റെ ഉദ്ഘാടകനായി കൊല്ലം മേയർ ആയിട്ടുള്ള സഖാവ് വന്ധ്യ വൈഭൂതികനും CPM-ന്റെ മുതിർന്ന നേതാവ് N പത്മലോചൻ പങ്കെടുക്കേണ്ടായി. അദ്ദേഹത്തിനെതിരെ സംഘടനാ നടപടി എടുത്ത് അദ്ദേഹത്തെ മേയർ സ്ഥാനത്ത് നടപടി എടുത്തവർക്ക് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു മൗനം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല CPM നേതാക്കൾക്ക് നടപടി എടുത്തെങ്കിൽ എന്തുകൊണ്ട് ഉദ്യോഗസ്ഥനെതിരെ ഒരു ക്രമസമാധാന ചുമതല പോർട്ട്ഫോളിയോ മാറ്റാൻ കഴിയുന്നില്ല എന്നതാണ് ചോദ്യം. നോക്കൂ, ഇവിടെ പാർട്ടി ഒരു പ്രതിസന്ധിയിലാകുമ്പോൾ ഇതിനോടകം തന്നെ ഇരമ്പിയാർത്ത് എത്തേണ്ട കടന്നലുകൾ എന്ന് വിളിക്കുന്ന CPM-ന്റെ സൈബർ കമ്മ്യൂൺ ആകെ നിശബ്ദമാണ്. ഇത്തരത്തിൽ ന്യായീകരണമായിറങ്ങുന്ന ചില മാധ്യമപ്രവർത്തകർ എന്ന് വിളിക്കുന്നവർ അവരും കാര്യമായി ഒന്നും പറയുന്നില്ല. അതായത് ഗ്രൗണ്ട് ഈ പറയുന്ന വിശദീകരണങ്ങളൊന്നും അവർക്ക് തൃപ്തികരമല്ല എന്നത് CPM മനസ്സിലാക്കിയാൽ ആ പാർട്ടിക്ക് നല്ലത്. എൻകൗണ്ടർ പൂർണ്ണമാകുന്നു.